കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്ന് എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. മീറ്റിംഗിൽ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോർജ് മാത്യു, അതുപോലെ പാസ്റ്റർ വിൽസൺ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന അനേക കർത്തവൃത്യന്മാർ എനിക്ക് വളരെ സ്നേഹിതരും പരിചിതരുമായുണ്ട്. അവരെല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പാസ്റ്റർ ജോസ് വർഗീസ് നമ്മുടെ നടുവിലുണ്ട്, പാസ്റ്റർ സജ്ജി നമ്മുടെ നടുവിലുണ്ട്. ദേവദാസന്മാരെ നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളോട് ഒരുമിച്ചുള്ള ഈ കൂട്ടായ്മ ഒരു വലിയ സന്തോഷമായിട്ട് കണക്ക് കൂട്ടുന്നു. സ്തോത്രം. പലരുടെയും പേരുകൾ പറയാൻ ആവശ്യമുണ്ടെങ്കിലും ഞാൻ അതിനായിട്ട് സമയം എടുക്കുന്നില്ല. സ്തോത്രം. കർത്താവ് നൽകുന്ന ഈ നല്ല അവസരത്തിനായി കർത്താവിനെ സന്തോഷത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എനിക്കറിയാം ഇന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ കൂടിവരവ് നടക്കുന്നതെന്നുള്ളത്. നമ്മളെല്ലാവരും നമ്മുടെ കൊച്ചു കേരളത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. നമ്മുടെ കേരളം വളരെ കലുഷിതമായ ചില അനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസത്തിൽ നമ്മുടെ നാട് കടന്നുപോയ വലിയ കെടുതി, പ്രളയക്കെടുതിയുടെ നടുക്കുന്ന ഓർമ്മകളൊക്കെ മനുഷ്യ മനസ്സിൽ നിന്നങ്ങ് മാഞ്ഞുപോയി. മനുഷ്യൻ വളരെ ധിക്കാരിയും ധാർഷ്ട്യമുള്ളവനും പരസ്പരം പോരടിക്കാൻ മടിയില്ലാത്തവനുമായി തീർന്നതോർത്ത് നമുക്ക് ദുഃഖിക്കാം. എന്നാൽ സർവ്വകൃപാലുവായ ദൈവം നമ്മുടെ രാജ്യത്തോട്, നമ്മുടെ സംസ്ഥാനത്തോട് കരുണ കാണിക്കേണ്ടതിനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സ്തോത്രം. കാലം ഇങ്ങനെ അധികം നാൾ നീളുകയില്ല. കർത്താവിൻ്റെ വരവ് വളരെ വളരെ അടുത്തു. സ്തോത്രം. ആട്ടെ, ഈ യോഗങ്ങൾക്കായി സ്തോത്രം ക്രമീകരണം ചെയ്ത ദൈവദാസന്മാരെ ദൈവം അനുഗ്രഹിക്കട്ടെ. എച്ചുമായി ശുശ്രൂഷകൾ ആരംഭിച്ചിട്ട് 15 മാസങ്ങളെ ആയിട്ടുള്ളൂ എന്നിവിടെ പ്രസ്താവിച്ചല്ലോ. സ്തോത്രം. എന്നാൽ എച്ചമ്മയുടെ ചുമതലയിൽ ഇങ്ങനെ എല്ലാ സഭകൾക്കും കൂടി ഒരുമിച്ച് കൂടുവാൻ ഒരു വേദി ഇവിടെ ഒരുക്കപ്പെട്ടതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. എന്നാൽ ഇതിന് മുമ്പും ഒന്നിലധികം പ്രാവശ്യം ഈ സ്ഥലത്ത് വന്ന ബ്രദർ അവറാച്ചൻ ബ്രദറിൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള സൗകര്യത്തിൽ സുവിശേഷം പ്രസംഗിച്ചിട്ടുള്ളത് ഞാൻ നന്ദിയോടും സന്തോഷത്തോടും ഈ സമയം ഓർക്കുന്നു. സ്തോത്രം. കർത്താവിനെ മടങ്ങിയൊരു അല്പം കൂടെ വൈകിയത് കൊണ്ടാണ് ഈ കൂടിയവരവ് ഇങ്ങനെ സാധ്യമായത്. ഇതിന് പിന്നിൽ അധ്വാനിച്ച ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം. എൻ്റെ യാത്രയ്ക്ക് കർത്താവ് യാത്രയിലൊക്കെ വളരെ സഹായിച്ചു. കഴിഞ്ഞ രാത്രി വന്ന് സജി പാസ്റ്ററും കൂട്ടി സഹോദരന്മാരും വളരെ ത്യാഗം ചെയ്താണ് എന്നെ കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് ഉത്സാഹം കാണിച്ചത്. അവരുടെ ആത്മാർത്ഥമായ ശുശ്രൂഷകളെ, അവരുടെ സഹകരണത്തെ ഞാൻ അനുമോദിക്കുന്നു. ദൈവം അവർക്ക് പ്രതിഫലം കൊടുക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നിങ്ങളുടെ കൂടെ ഈ കൂട്ടായ്മ ഇന്ന് രാത്രി കർത്താവ് സാധ്യമാക്കിയതിൽ വളരെ സന്തോഷിക്കുന്നു. ഈ യോഗത്തിന് എന്നെ ക്ഷണിച്ചപ്പോൾ ഇന്ന് വ്യാഴാഴ്ച ദിവസമാണല്ലോ, 3 ദിവസമാണ് യോഗമെന്ന് പറഞ്ഞപ്പോൾ ഇന്നാണ് യോഗം തുടങ്ങുന്നത് എന്ന ചിന്തയിലായിരുന്നു ഞാൻ. വ്യാഴം വെള്ളി ശനിയാണല്ലോ സാധാരണ, അങ്ങനെ വീക്കെൻഡിലാണല്ലോ നമ്മുടെ യോഗങ്ങൾ നടക്കുന്നത്. എന്നാൽ ഇന്ന് ഒടുവിലത്തെ യോഗമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയ ദൈവമക്കളെ, ആരംഭമായാലും ഒടുവിലായാലും സുവിശേഷം പ്രസംഗിക്കുവാനാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തോട് പ്രചോദനം തന്നിരിക്കുന്നത്. കൺവെൻഷൻ്റെ ഒക്കെ ഒടുവിലത്തെ രാത്രിയിൽ കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നത് നമ്മുടെ ഇടയിൽ എഴുതപ്പെടാത്ത ഒരു കീഴ്വഴക്കമായി നിലനിൽക്കുന്നെങ്കിലും സ്തോത്രം, സാവകാശം കിട്ടിയാൽ സമയത്തിൻ്റെ പരിധി അനുസരിച്ച് ആ ഭാഗത്തോട്ട് പോകാം. എന്നാൽ ദൈവാത്മാവ് സ്തോത്രം സുവിശേഷം നിങ്ങളോട് പങ്കുവയ്ക്കുവാനാണ് എനിക്കൊരു പ്രേരണ തന്നിരിക്കുന്നത്. സ്തോത്രം. ഞാൻ ഈ പറയുന്നത് എല്ലാവർക്കും തിരിയുന്നുണ്ടല്ലോ? ഓക്കെ. സ്തോത്രം. നിങ്ങളെന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോർജ് മാത്യു ഓർപ്പിച്ചതുപോലെ നമ്മുടെയൊക്കെ യോഗങ്ങളിൽ ഒരിച്ചിരി ഒരു ആവേശവും ഒരു സന്തോഷവും ഒരു ഉത്സാഹവും ഒക്കെ ഉണ്ടെങ്കിലേ നമുക്കൊരു സന്തോഷം തോന്നാറുള്ളൂ. അത് ഒട്ടും ഞാനതിനെ എതിർക്കുന്നയാളല്ല. പക്ഷേ അതിനുള്ള സമയം ഇന്ന് നമ്മുടെ നടുവിലില്ല. ശ്രദ്ധിക്കണം. സ്തോത്രം. നമ്മുടെ യോഗങ്ങൾ സുവിശേഷത്തിന് പ്രാധാന്യം കൊടുക്കുന്ന യോഗങ്ങളാകണം. മാത്രമല്ല, ഒന്നും കൂടി കൃത്യമാക്കി പറഞ്ഞാൽ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന യോഗങ്ങളാകണം. ഞാൻ പൂർണ്ണ സമയം കർത്താവിൻ്റെ വേല ചെയ്യാനായി എന്നെ സമർപ്പിച്ചിട്ട് 42 വർഷം കഴിഞ്ഞു. ഇത് 43ാമത്തെ വർഷമാണ്. സ്തോത്രം. ഈ കാലം ഇത്രയും ഞാൻ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തരുന്നു. പ്രിയ ദൈവമക്കളെ, എന്നാൽ ഈ അടുത്ത കാലത്തായിട്ടാണ് ആ ഒരു ടെൻഡൻസിയിൽ ഒരു ചെറിയ മാറ്റം കണ്ടു തുടങ്ങിയത്. കാരണം ആവേശത്തിന്, എക്സൈറ്റ്മെൻറ്റിന് അമിത പ്രാധാന്യം കൊടുത്തിട്ട് എൻലൈറ്റൻമെൻറ്റ് അവഗണിക്കപ്പെടുന്ന ഒരു ദുരവസ്ഥ നമ്മുടെ ഇടയിൽ ഉണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. സ്തോത്രം. അത് ചിന്തിക്കാൻ മതിയായ കാരണങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. സ്തോത്രം. ഈ കുറച്ച് നാൾ മുമ്പ് ഞാനൊരു ശുശ്രൂഷ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ
അല്പം പ്രായമുള്ള ഒരു ദൈവദാസനാണ്. അദ്ദേഹം മുമ്പിലിരിക്കുകയായിരുന്നു. അദ്ദേഹം വേദിയിലേക്ക് കടന്നു വന്ന് അദ്ദേഹം ചർച്ച് ഓഫ് ഗോഡിൽ നിന്ന് റിട്ടയർ ചെയ്ത വളരെ ബഹുമാന്യനായ ഒരു ദൈവദാസനാണ്. അത് മുൻപോട്ട് കയറി വന്നിട്ട് എന്നെ ആശ്ലേഷിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോനെ, ഒത്തിരി പ്രസംഗങ്ങൾ ഉണ്ടെങ്കിലും വചനം ദുർലഭമായി പോയി. നോക്കട്ടെ, ഒത്തിരി പ്രസംഗങ്ങൾ ഉണ്ടെങ്കിലും വചനം ദുർലഭമായി പോയി. അതുകൊണ്ട് വചനം പ്രസംഗിക്കാൻ പിന്നെയും കർത്താവ് കൃപ നൽകട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഞാൻ ഓർക്കുന്നു. അത് കേട്ടപ്പോൾ അവിടെ ചുറ്റുമുണ്ടായിരുന്ന പല ആളുകളും ആ കാര്യം സത്യമാണെന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ശ്രദ്ധിക്കണേ, സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാനിവിടെ വലിയ ശബ്ദത്തിലൊന്നും സംസാരിക്കില്ല. ഞാൻ വളരെ ശാന്തമായിട്ട് സംസാരിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ അവകാശമുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞിട്ട് ദൈവത്തെ സ്തുതിക്കാനായിട്ട് നിങ്ങൾ നോക്കിയിരിക്കരുത്. ശ്രദ്ധിക്കണം, സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഈ 42 വർഷത്തെ എൻ്റെ ശുശ്രൂഷയിൽ വചനം പ്രസംഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയായ ഇടപെടൽ ഉണ്ടാകുകയും വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ ആത്മസ്നാനം പ്രാപിക്കുന്ന അനുഭവം അനേക സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് ഞാൻ വളരെ നന്ദിയോടും വളരെ സന്തോഷത്തോടും കൂടെ ഞാൻ ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ഒരു കയ്യടിയില്ല, ഒരു വാദ്യോപകരണങ്ങളെ അകമ്പടിയില്ല, ഒരു സംഗീതത്തിൻ്റെ പശ്ചാത്തലമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ആരും തലേ കൈവച്ച് കുലുക്കുകയോ ഒന്നും ചെയ്തില്ല. എന്നാൽ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ദൈവവചനത്തിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മ ചൈതന്യത്താൽ ആത്മസ്നാനം പ്രാപിച്ച അനുഭവം, സ്തോത്രം, പല സന്ദർഭങ്ങളിൽ എൻ്റെ ശുശ്രൂഷ ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആരവാരത്തിലോ, ശ്രദ്ധിക്കണേ, വലിയ ആവേശത്തിലോ ഒതുങ്ങുന്നു എന്ന് നിങ്ങൾ കരുതരുത്. വചനമാണ് പരിശുദ്ധാത്മ പ്രവർത്തനത്തിന് ഉപാധി. നമ്മൾ പാട്ട് പാടുമ്പോൾ ആത്മചൈതന്യം നമ്മളിൽ വ്യാപരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അത് ആ താളമേള കൊഴുപ്പിൻ്റെ പശ്ചാത്തലമുള്ളത് കൊണ്ടൊന്നുമല്ല. പിന്നെ ആത്മീക ഗീതങ്ങൾ വചനത്തിൻ്റെ സംഗീതാവിഷ്കാരങ്ങളായിരിക്കണം. ഒന്നുകൂടെ പറയാം, ആത്മിക ഗീതങ്ങൾ വചനത്തിൻ്റെ സംഗീതാവിഷ്കാരമായിരിക്കണം. അപ്പോൾ ഒരു പാട്ടുകളിലൂടെ പറയുന്ന ദൈവവചനത്തിൻ്റെ സത്യങ്ങളാണ് ഹൃദയങ്ങളിൽ ചൈതന്യം പകർന്ന് ആത്മചൈതന്യത്തിലേക്ക് ജനം നടത്തപ്പെടുവാൻ ഇടയാകുന്നത്. എന്നാൽ വെറും എക്സ്റ്റാറ്റിക് അട്രൻസസായി ഇമോഷണൽ തലങ്ങളിൽ മാത്രം നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം പിൻവലിയുന്നതിൽ ഞാൻ ദുഃഖിക്കുന്നു. നമ്മളങ്ങനെ ആകരുത്. വചനത്തിന് എന്നും നമ്മളിൽ പ്രാധാന്യമുണ്ടായിരിക്കണം. സ്തോത്രം. മുഖവുരിയായി ഞാൻ ഇത്രയും വാക്കുകൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ മുൻപോട്ട് പോയിക്കൊള്ളട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് അവരുടെ വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വക്കീൽ ചോദിക്കുന്നത് പോലെ 3-4 ചോദ്യങ്ങൾ ചോദിച്ചാൽ പതറിപ്പോകുന്ന ഒരു ദുരവസ്ഥ ഇന്ന് പല സന്ദർഭങ്ങളിലും കണ്ടുവരുന്നുണ്ട്. എന്താ കുഴപ്പം? അവർക്ക് വചനത്തിൻ്റെ കൃത്യമായ ഉപദേശം ലഭിക്കുവാൻ സാഹചര്യങ്ങളില്ലാതെ പോകുന്നതാണ് അതിൻ്റെ കാരണം. ശ്രദ്ധിക്കണം. സ്തോത്രം. അതുകൊണ്ട് ലളിതമായി ഞാൻ ഇന്ന് സുവിശേഷം പറയാൻ തുടങ്ങുമ്പോൾ വചനത്തിന് ചില സ്തോത്രം പൊതുവിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൂടി പറഞ്ഞ് മുമ്പോട്ട് പോകുവാൻ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഒരു നിയോഗം തന്നിട്ടുണ്ട്. നിങ്ങളെന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഒരു ക്രിസ്തുമസ് സമയമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. നമുക്കറിയാം എന്തായി ക്രിസ്തുമസ് എന്നും എന്താണ് ഇതൊക്കെ എന്നൊക്കെ ഉള്ളത് പലപ്പോഴും പല ആളുകളും തെറ്റായ നിലയിൽ അവതരിപ്പിക്കുന്നുണ്ട്. വ്യക്തമായി പറഞ്ഞാൽ സുവിശേഷമെന്ന് പറയുന്നത് ഈ ലോകവുമായി ബന്ധപ്പെട്ടതല്ല, വരുവാനുള്ളതുമായി ബന്ധപ്പെട്ടതാണ് പ്രധാനമായി. ഇത് മറക്കരുത്. നമ്മൾ ഈ ആയുസ്സിൽ കർത്താവിൽ പ്രത്യാശ വയ്ക്കരുതെന്നില്ല. എന്നാൽ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നെങ്കിൽ നാം സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ്. ഞാൻ നിങ്ങളുടെ മനസ്സൊന്ന് ഒരുക്കാനായിട്ട് ചില വാക്കുകൾ പറയുന്നതെല്ലാം സത്യം തന്നെ, വചനമാണ്. ശ്രദ്ധിക്കണേ. നമുക്കറിയാം ക്രിസ്തീയ ജീവിതത്തിന് ആദ്യത്തെ ചുവടെന്ന് പറയുന്നത്, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടു ക്രിസ്ത്യൻ ലൈഫ്, അത് മാനസാന്തരമാണല്ലോ. മാനസാന്തരമാണ്. എന്നാൽ എന്താണ് മാനസാന്തരം?
ഒന്ന് ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. എന്താണ് മാനസാന്തരം? നമ്മൾ പലപ്പോഴും മാനസാന്തരം എന്നുള്ളത് ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്കുള്ള ഒരു തിരിച്ചിലായിട്ടാണ് കണക്കാക്കുന്നത്. ടേണിങ് ഫ്രം ദ ഈവിൾ ടു ദ വേർച്വസ്, അല്ലേ? ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്ക് തിരിയുന്നതാണ് നമ്മൾ പലപ്പോഴും മാനസാന്തരം എന്ന് ചിന്തിക്കുന്നത്. എന്നാൽ ബൈബിൾ പറയുന്നത് ആ അർത്ഥത്തിലല്ല. എൻ്റെ കൂടെ വരണേ, സ്തോത്രം. വേദപുസ്തകത്തിൽ മാനസാന്തരം എന്നുള്ളതിന് മൂലഭാഷയിലെ വാക്ക് മെറ്റനോയിയ. നമുക്കറിയാം ഗ്രീക്കിലെ വാക്ക് മെറ്റനോയിയ എന്നാണ്. മെറ്റനോയിയ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം, വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞ ശേഷമുള്ള തിരിവ് എന്നാണ്. അറിഞ്ഞ ശേഷമുള്ള തിരിവ്. ഞാൻ വ്യക്തമാക്കാം, ശ്രദ്ധിക്കണേ. അപ്പോൾ ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്കുള്ള തിരിവാണ് മാനസാന്തരമെങ്കിൽ സന്മാർഗികൾക്ക് മാനസാന്തരത്തിന് ആവശ്യമില്ല. നോക്കണേ. എന്നാൽ ബൈബിൾ എന്ത് പറയുന്നു? പ്രവർത്തന പുസ്തകം 17-ാം അധ്യായം 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണാം: എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. അപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവർക്കും മാനസാന്തരം വേണം. ഒരു സന്മാർഗിയുമില്ല, മാനസാന്തരം ആവശ്യമില്ലാത്ത ഒരു സന്മാർഗിയുമില്ല. ഈ ഹോളിനകത്ത് നടക്കുന്നൊരു യോഗമാണല്ലോ, നമ്മൾ മാത്രമുള്ളവരാണല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ദേഷ്യം വരികയല്ല എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, അദ്ദേഹത്തെ പോലെ ഒരു സന്മാർഗിയും തത്വമുള്ള ആളും, നോക്കണേ, എത്രയോ ത്യാഗപൂർണമായിട്ടാണ് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിച്ചത്. അദ്ദേഹവും ഈ ലിസ്റ്റിൽ നിന്ന് പുറത്തല്ല. അദ്ദേഹത്തിന് മാനസാന്തരം വേണമെന്ന് ഞാൻ പറഞ്ഞാൽ ആളുകൾ എന്നെ കല്ലെറിയും, തീർച്ചയായും കല്ലെറിയും, ഇല്ലേ? പക്ഷെ ബൈബിൾ എന്താ പറയുന്നു? അദ്ദേഹത്തിന് എന്തു വേണം? മാനസാന്തരം. എല്ലായിടത്തും എല്ലാവർക്കും മാനസാന്തരപ്പെടണം. അപ്പോൾ സന്മാർഗത്തിലേക്കുള്ള തിരിവിൽ ഒതുങ്ങുന്നതല്ല മാനസാന്തരം. പിന്നെ ബൈബിൾ പറയുന്ന മാനസാന്തരം സ്വയത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്കും താൽക്കാലികമായതിൽ നിന്ന് നിത്യമായതെങ്കിലേക്കും ലൗകികമായതിൽ നിന്ന് സ്വർഗീയമായതെങ്കിലേക്കും ജഡികമായതിൽ നിന്ന് ആത്മീകമായതെങ്കിലേക്കുമുള്ള ഒരു തിരിച്ചിലാണ് മാനസാന്തരം. ഒന്നും കൂടി ഞാൻ പറയാം: സ്വയത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്കുള്ള തിരിച്ചിൽ. 2, താൽക്കാലികമായതിൽ നിന്ന് നിത്യമായതെങ്കിലേക്കുള്ള തിരിച്ചിൽ. ലൗകികമായതിൽ നിന്ന് സ്വർഗീയമായതെങ്കിലേക്കുള്ള തിരിച്ചിൽ. ജഡികമായതിൽ നിന്ന് ആത്മീയമായതെങ്കിലേക്കുള്ള ഒരു തിരിച്ചിലാണ് മാനസാന്തരം. അതേതൊരു സന്മാർഗിക്കും ആവശ്യമുണ്ട്. ഇതൊന്നും കൂടെ ഞാൻ വ്യക്തമാക്കാം. ഞാൻ പറഞ്ഞല്ലോ, സ്വയത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കുള്ള തിരിച്ചിലെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന ഒരു പ്രയോഗമുണ്ട്: എനിക്കു വേണ്ടി ദൈവം, എനിക്കു വേണ്ടി ദൈവം, അല്ലേ? നമ്മളങ്ങനെയല്ല പറയും. എനിക്കു വേണ്ടി ദൈവം എന്നെ സൗഖ്യമാക്കണം, എന്നെ അനുഗ്രഹിക്കണം, പിന്നെ എനിക്ക് ഉയർച്ച നൽകണം, പിന്നെ ഞാൻ എനിക്കു വേണ്ടി ദൈവം എന്നൊരു ചിന്തയാണ് നമ്മളിൽ പ്രധാനമായിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്കു വേണ്ടി ദൈവമെന്ന് പറയുമ്പോൾ പ്രാധാന്യം ആർക്കാണ്? എനിക്കാണോ ദൈവത്തിനാണോ? എനിക്ക് വേണ്ടി ദൈവം എന്ന് പറയുമ്പോൾ ആരാ വലുത്? ഞാനാ വലുത്, അല്ലേ? എനിക്ക് വേണ്ടി ദൈവം, ഞാനാ വലുത്. അത് ശരിയല്ലല്ലോ. ഒന്ന് തിരിച്ചിടുമ്പോൾ ദൈവത്തിനു വേണ്ടി അടിയാൻ എന്നുള്ളൊരു സമർപ്പണത്തിലേക്ക് നമ്മൾ വരും. സ്തോത്രം. ഇന്ന് പലപ്പോഴും സ്വയകേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് പലർക്കുമുള്ളത്. ശ്രദ്ധിക്കണേ. എനിക്ക്, എൻ്റെ ഉയർച്ച, എൻ്റെ അനുഗ്രഹം, എൻ്റെ സൗഖ്യം. നോക്കണേ, സ്തോത്രം. എനിക്ക്
സ്വർഗത്തിൽ പോകണം, എനിക്ക് ഇതൊക്കെ ആവശ്യമാണ്, ശ്രദ്ധിച്ച്. പക്ഷേ അതിനു വേണ്ടി ദൈവത്തെ ഉപയോഗിക്കുക എന്ന സങ്കുചിതമായ ചിന്തയിൽ നിന്ന് എൻ്റെ ദൈവത്തിനു വേണ്ടി അടിയാൻ എന്നൊരു സമർപ്പണത്തിലേക്ക് നടത്തപ്പെടുന്നതാണ് മാനസാന്തരം. ഹല്ലേലൂയ. ഞാനിത് ഒന്നും കൂടി വ്യക്തമാക്കി തരാം. ശ്രദ്ധിക്കണേ. സ്തോത്രം. നമ്മളെപ്പോഴും കർത്താവിനെ നമ്മൾ ഇങ്ങോട്ട് എടുത്തു എന്നാണല്ലോ പറയാറുള്ളത്. എൻ്റെ ജീവിതം മെച്ചപ്പെടാൻ വേണ്ടി, എൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കും അനുഗ്രഹത്തിനും നന്മയ്ക്കും വേണ്ടി ഞാൻ എൻ്റെ കർത്താവിനെ ഇങ്ങോട്ട് എടുത്തു എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. ശ്രദ്ധിച്ച്, അതിൽ നിന്നും ഉയർന്ന ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരണം. നോക്കണേ, കർത്താവിനെ ഇങ്ങോട്ട് എടുത്തു എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ എന്നെ എൻ്റെ കർത്താവിന് കൊടുത്തു എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് നമ്മൾ മാറ്റപ്പെടണം. ഐ ഗേവ് മൈസെൽഫ് ഓവർ ടു ദി ലോർഡ്. ഞാൻ എന്നെ എൻ്റെ കർത്താവിനായിട്ട് അങ്ങ് കൊടുത്തു. ഹല്ലേലൂയ. നോക്കണേ, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇതാണ് സ്വയത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കുള്ള ഒരു തിരിച്ചിൽ. ഹല്ലേലൂയ. ഇവിടെ പലപ്പോഴും നമുക്ക് തെറ്റുന്നത് കൊണ്ടാണ് ബാക്കി തെറ്റുകൾ ഉണ്ടാകുന്നത്. ശ്രദ്ധിക്കണേ. അപ്പോൾ സ്വയത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും താൽക്കാലികമായതിൽ നിന്ന് നിത്യമായതിങ്കിലേക്കുള്ളൊരു തിരിച്ചിലാണ് യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണേ, ദൈവം നമുക്ക് ഓരോരുത്തർക്കും സ്വതന്ത്രമായ ഇച്ഛാശക്തി തന്നിട്ടുണ്ട്. നമ്മുടെ കാര്യം തീരുമാനിക്കുവാൻ ദൈവം നമുക്ക് അവകാശവും അധികാരവും തന്നിട്ടുണ്ട്. നോക്കണേ, അതുകൊണ്ടാണ് മാനസാന്തരം ആവശ്യമുള്ളത്. ഒന്നും കൂടി ശ്രദ്ധിച്ച്, പരിശുദ്ധാത്മാവ് ആരെയും ബാധിക്കുകയില്ല, അഭിഷേകം ചെയ്യുകയുള്ളൂ. ശ്രദ്ധിക്കണം. അഭിഷേകം ചെയ്യുകയാണ് പരിശുദ്ധാത്മാവ്. ബാധിക്കുന്നത് ദുരാത്മാവാണ്. എന്താ ബാധിക്കലും അഭിഷേകവും തമ്മിലുള്ള വ്യത്യാസം? ബാധിക്കുന്നവൻ അനുവാദം ചോദിക്കുന്നില്ല, അങ്ങ് ചവിട്ടി പിടിച്ചങ്ങ് കയറുക. നോക്കണേ, കവർച്ചക്കാരനെ പോലെ അങ്ങ് കയറുകയാ. അതാണ് നോക്കണേ, അവൻ്റെ കയറിക്കഴിഞ്ഞാലോ ഈ വ്യക്തിയുടെ വ്യക്തിത്വത്തെ അങ്ങ് അമർച്ച ചെയ്യുകയാ, വ്യക്തിത്വത്തെ അങ്ങ് കീഴടക്കുകയാ. അതുകൊണ്ടാണ് ബാധിക്കപ്പെട്ടവനോട് നിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ തോമസ് എന്നായിരിക്കില്ല പറയുന്നത്. ബാധിക്കപ്പെട്ടവനോട് നിന്റെ പേരെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ലഗ്യോൻ എന്നായിരിക്കും പറയുന്നത്. കാരണം അവൻ്റെ ഇച്ഛാശക്തി, അവൻ്റെ വ്യക്തിത്വം അത്ര കണ്ട് അമർച്ച ചെയ്യപ്പെട്ടു. സ്വന്തം പേര് പോലും പറയുവാൻ അവന് കഴിവില്ലാത്തൊരു സ്ഥിതിയിലേക്ക് അവനെ ദുരാത്മാവ് അങ്ങ് കീഴടക്കി കളഞ്ഞു. മറക്കല്ലേ, സ്തോത്രം. അതാണ് ബാധിക്കൽ. ബോധം കെടുത്തിക്കളയുക, വ്യക്തി സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യുക, അതാണ് ബാധിക്കൽ. എന്നാൽ അഭിഷിക്തൻ്റെ ആളത്വത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അഭിഷിക്തൻ്റെ ആളത്വത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ചിലരിങ്ങനെ ചോദിക്കാറുണ്ട്, മത്തായി എഴുതിയ സുവിശേഷം എങ്ങനെയാടാ ദൈവവചനമാകുന്നതെന്ന്. മത്തായി പറയുന്നു മത്തായി എഴുതിയതാണെന്ന്, പൗലോസ് പറയുന്നു പൗലോസ് എഴുതിയതാണെന്ന്, ലൂക്കോസ് പറയുന്നു അവൻ റിസർച്ച് ചെയ്ത് എഴുതിയതാണെന്ന്. അറിയാമല്ലോ, എല്ലാം ശോധന കഴിച്ചവൻ റിസർച്ച് ചെയ്തിട്ട് എഴുതിയെന്ന്. പക്ഷെ നിങ്ങളെല്ലാവരും കൂടെ പറയുന്നു ലൂക്കോസിൻ്റെ റിസർച്ച് പേപ്പർ ദൈവത്തിൻ്റെ വചനമാണെന്ന്. അതെങ്ങനെ ശരിയാകുന്നതെന്ന് ചോദിക്കും. ശ്രദ്ധിച്ചേ, സ്തോത്രം. അത് ശരിയാകുന്നത് ഇങ്ങനെയാ, ബാധിക്കപ്പെടുന്നവനല്ല അഭിഷിക്തൻ. ശ്രദ്ധിക്കണേ, പരിശുദ്ധാത്മാവ് ആരെയും ബാധിക്കുകയില്ല. അഭിഷേകം ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അവൻ്റെ ഇച്ഛാശക്തി സ്വതന്ത്രമാണ്. അവൻ്റെ ഇച്ഛാശക്തി സ്വതന്ത്രമായതിനാൽ, സ്തോത്രം, പേര് ചോദിച്ചാൽ പേര് തന്നെ പറയും.
പൗലോസ് എഴുതുന്നത്, ലൂക്കോസ് എഴുതുന്നത്. പക്ഷെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിൽ അവനെ അഭിഷേകം ചെയ്ത് ദൈവാത്മ നിയോഗം പ്രാപിച്ച് ദൈവം അവന് കൊടുത്ത അവൻ്റെ സ്വാഭാവിക കഴിവുകളെ ഉപയോഗിച്ച് ദൈവം തൻ്റെ ശുശ്രൂഷ അവനിലൂടെ നിർവഹിക്കുകയാണ്. അതാണ് അഭിഷേകം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് നമുക്ക് ഇച്ഛാശക്തി ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ അഭിഷിക്തന്മാരാണ്, സ്തോത്രം. അല്ലാതെ ബാധിക്കപ്പെട്ടവരല്ല, സ്തോത്രം. അതെ, അതുകൊണ്ടാണ് മാനസാന്തരത്തിനാവശ്യമുള്ളത്. എൻ്റെ കാര്യം തീരുമാനിക്കാൻ ദൈവം എനിക്ക് ഉത്തരവാദിത്വവും അവകാശവും തന്നിട്ടുണ്ട്. നമ്മുടെ ഇടയിൽ ഒരു ചിന്തയുണ്ട്, തലേവരയാന്നില്ലേ, തലേവരയാന്നൊരു ചിന്തയില്ലേ. ഇങ്ങനെ തലേ വരച്ചു വെച്ചേക്കുവാന്നും ഒരാൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവനെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും ദൈവം അവൻ്റെ തലയിൽ കോഡ് ഭാഷയിൽ എഴുതി വെച്ചിരിക്കുകയാണെന്നും എഴുതി സീല് ചെയ്തിങ്ങ് വിട്ടേക്കുകയാണെന്നും പിന്നെ എങ്ങനെ മാറാനാണെന്നൊക്കെ പറയുന്നവരും ചിന്തിക്കുന്നവരുമുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഫെയ്റ്റ്, വിധി എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായി പടർന്നിരിക്കുന്ന ഒരാശയമാണ്. എന്നാലൊന്ന് ശ്രദ്ധിക്കണേ, അങ്ങനെ ആരുടെയും തലയിൽ ഒന്നും എഴുതി വെച്ചല്ല ദൈവം വിട്ടിരിക്കുന്നത്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അയ്യോ, ഞാൻ വാക്യം വായിച്ചില്ലല്ലോ, വാക്യം കൊണ്ട് വായിച്ച് ചങ്ങ് തുടരാം. ശ്രദ്ധിക്കണേ, സ്തോത്രം. എബ്രായലേഖനം 9-ാം അധ്യായം അതിൻ്റെ 27-ഉം 28-ഉം വാക്യങ്ങളാണ് സ്തോത്രത്തെ ടെക്സ്റ്റായി എടുക്കാൻ ദൈവാത്മാവ് എനിക്ക് നിയോഗം തന്നിരിക്കുന്നത്. എബ്രായലേഖനം 9-ാം അധ്യായം 27-ഉം 28-ഉം വാക്യങ്ങൾ എടുത്തെങ്കിൽ വായിക്കാമല്ലോ, ഞാനങ്ങ് പറയാം. വായിച്ചോളൂ. ആ ആ ആ ആ ആ വളരെ നന്ദി, വളരെ നന്ദി, സ്തോത്രം. നല്ല ഉച്ചത്തിൽ വായിച്ചൊരു പ്രത്യേകം നന്ദി. എല്ലാവരും കേട്ടല്ലോ, സ്തോത്രം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി. എന്താ ന്യായവിധി? ന്യായവിധി എന്താ? ഉത്തരവാദിത്വമുള്ളത് കൊണ്ടാണ് ഈ ന്യായവിധി. തലയിൽ വരച്ചു വെച്ച് സീൽ ചെയ്തിങ്ങ് വിട്ടേക്കുകയാണെങ്കിൽ അവൻ അങ്ങനെ ആയതിനെ ന്യായം വിധിക്കാൻ ദൈവത്തിന് അധികാരമില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ, സ്തോത്രം. ന്യായവിധി എന്ന് പറയുന്നത് ഇച്ഛാശക്തി ഉള്ളത് കൊണ്ടാണ് ന്യായവിധി. നമ്മുടെ ഇവിടുത്തെ കോടതി പോലും ഏജ് ഓഫ് അക്കൗണ്ടബിലിറ്റി എന്നൊന്ന് വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വപ്പെടുവാൻ പ്രായമായ ഒരു ലെവൽ. ആ ഉത്തരവാദിത്വപ്പെടുവാൻ പ്രായമായിട്ടില്ലെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന തെറ്റ് കുറ്റമല്ല. തെറ്റാണ്, പക്ഷേ അത് കുറ്റമായി കണക്കാക്കുകയില്ല. നമുക്കറിയാമല്ലോ, ഡൽഹിയിൽ കുറച്ച് നാൾ മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, പാവപ്പെട്ട ഒരു പെൺകൊച്ചിനെ കുറേ നീചന്മാർ മൃഗീയമായി ഉപദ്രവിച്ച പാവം കുട്ടി മരിച്ചുപോയി. പോലീസ് അവരുടെ പിന്നാലെ കൂടി അവരെല്ലാവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നു. ഈ നീചന്മാരെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നെങ്കിലും ഒരുത്തൻ രക്ഷപ്പെട്ടു. എന്താ? അവന് പ്രായപൂർത്തിയായില്ലെന്ന്. ഓർക്കുന്നുണ്ടല്ലോ, നോക്കണേ. അതാണ് ഉത്തരവാദിത്തപ്പെടുവാൻ പ്രായമാകുന്നില്ലെങ്കിൽ ആ തെറ്റ് കുറ്റമായി കണക്കാക്കപ്പെടുകയില്ല. എന്തുകൊണ്ട്? ന്യായവിധി. നമ്മുടെ കാര്യം തീരുമാനിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അവകാശവും അധികാരവും ഉത്തരവാദിത്വവും ഉള്ളത് കൊണ്ടാണ് ന്യായവിധി. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരും തലയിൽ വരച്ചു വെച്ച്, ദൈവം തലയിൽ വരച്ചു വെച്ച് ഇങ്ങോട്ട് വിട്ടിരിക്കുക ഒന്നുമല്ല. ഞാൻ വിശദീകരണത്തിൽ നിൽക്കുന്നില്ല, സമയം അങ്ങ് പോകുന്നു. വേഗം മുമ്പോട്ട് പൊക്കൊള്ളട്ടെ. ശ്രദ്ധിക്കണേ, സ്തോത്രം. അപ്പോൾ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, സ്തോത്രം. നമ്മൾ എല്ലാവരും മരണത്തെ ഭയപ്പെടുന്നു, യഥാർത്ഥ ഭക്തന്മാരൊഴികെ. അങ്ങനെ ഞാൻ പറയാം. അങ്ങോട്ട് അവിടെ വരെ വരാൻ നേരം കിട്ടുമെന്നറിയില്ല. ശ്രദ്ധിച്ചേ, സ്തോത്രം. മനുഷ്യൻ മരണത്തെ ഭയപ്പെടുന്നു. പക്ഷെ മനുഷ്യൻ എന്തുകൊണ്ടാണ് മരണത്തെ ഭയപ്പെടുന്നത്? ഇറ്റ് ഈസ് നോട്ട് ദ ഈവൻറ്റ് ഓഫ് ഡെത്ത് as such that man is afraid of. മരിക്കുക എന്ന് പറയുന്ന മിനിറ്റ് കൊണ്ടോ നിമിഷങ്ങൾ കൊണ്ടോ തീരുന്ന ആ
പരിപാടി, ആ സംഭവത്തെ, ആ അനുഭവത്തെ അല്ല മനുഷ്യൻ ഭയപ്പെടുന്നത്. ഇറ്റ്സ് നോട്ട് ദ ഇവൻ്റ് ഓഫ് ഡെത്ത് ആസ് സച്ച്. ആ മരിക്കുക എന്ന് പറയുന്ന ആ നിമിഷം കൊണ്ട് തീരുന്ന ആ അനുഭവത്തെ അല്ല മനുഷ്യൻ ഭയപ്പെടുന്നത്. അതിനുശേഷം എന്തായിരിക്കുമെന്നുള്ള അനിശ്ചിതത്വം കൊണ്ടാണ്, മനസ്സിലാവുന്നുണ്ടോ? അനിശ്ചിതത്വം കൊണ്ടാണ് മനുഷ്യൻ മരണത്തെ ഭയപ്പെടുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട, അപ്പോൾ മരണാനന്തര ജീവിതം. ഈ സന്ദർഭത്തിൽ ഒരു ഭക്തൻ, സ്തോത്രം, അദ്ദേഹം ഭക്തനായ ഒരു ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി, സ്തോത്രം, ആ സഹധർമ്മിണി പെട്ടെന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. മക്കളെല്ലാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ. ഇദ്ദേഹത്തിന് വയസ്സ് 80 അടുത്തു. വലിയ കുഴപ്പമില്ല, ആരോഗ്യമായിരിക്കുന്നു. ഭാര്യയും ആരോഗ്യവതിയായിരുന്നെങ്കിലും പെട്ടെന്ന് ഒരു മേലാകെ ഉണ്ടായി. ആഴ്ചകൾക്കുള്ളിൽ ആ സഹോദരി ലോകത്തോട് വിട പറഞ്ഞു. ആ സഹോദരി ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ആ വേർപാടിൻ്റെ ദുഃഖം അദ്ദേഹം അനുഭവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു സ്നേഹിതൻ വന്ന് അദ്ദേഹത്തെ ആശ്ലേഷിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ നഷ്ടം വലിയ നഷ്ടമായി പോയി. വി റിഗ്രറ്റ്, നിൻ്റെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ഭയങ്കര നഷ്ടമായി പോയി, തീരാത്ത നഷ്ടമാണിത് എന്നൊക്കെ ആ നഷ്ടത്തെക്കുറിച്ച് പറഞ്ഞു. ഉടനെ അദ്ദേഹം ഒരു നിമിഷം ഇങ്ങനെ ശാന്തനായിരുന്നിട്ട് ഒരു മറുപടി പറഞ്ഞു. ശ്രദ്ധിച്ചേ, ഒരു സാധനം എവിടാണിരിക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് നല്ല ഉറപ്പുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടതല്ലല്ലോ. ഒരു സാധനം എവിടായിരിക്കുന്നത് നല്ല ഉറപ്പുണ്ടെങ്കിൽ അതൊരിക്കലും നഷ്ടപ്പെട്ടതല്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതാണ് സ്തോത്രം. മരണാനന്തരാവസ്ഥയെക്കുറിച്ച് ഉറപ്പുണ്ടെങ്കിൽ, ഹേ മരണമേ നിന്റെ വിഷമുള്ളെവിടെ? ഹേ മരണമേ നിന്റെ ജയമെവിടെ? ഹല്ലേലൂയ എന്ന് പറഞ്ഞൊരു ഭക്തന് മരണത്തെ വെല്ലുവിളിക്കുവാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് മരണാനന്തര ജീവിതം ഒരു യാഥാർത്ഥ്യമാണ്. മരണാനന്തരമുള്ള ജീവിതത്തെയാണ്, സ്തോത്രം, അതിൻ്റെ അനിശ്ചിതത്വമാണ് മരണഭീതിക്ക് കാരണം. സ്തോത്രം. അതുകൊണ്ട് ആ ഭക്തന്മാർക്ക് മരണഭീതി മാറിപ്പോയത്. ശ്രദ്ധിക്കണേ, സ്തോത്രം. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ഭക്തൻ എഴുതിയ ഒരു ചെറിയ ട്രാക്റ്റ് ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. കൃപയാൽ ജോൺ വിശ്വംഭരൻ എന്ന് പറയുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹം, ഞങ്ങൾ പ്രിൻറ്റിംഗ് പ്രസ് നടത്തിയിരുന്ന കാലത്ത് അദ്ദേഹം ഒരു ട്രാക്റ്റ് എഴുതിക്കൊണ്ട് വന്നു. ആ ട്രാക്റ്റിൻ്റെ തലക്കെട്ടിതാ, മരണഭീതി മാറിയോ, മരണഭീതി മാറിയോ. ഞാനതെല്ലാം അദ്ദേഹം എഴുതിയതൊക്കെ ഒന്നും കൂടെ ഒന്ന് മിനുക്കി. ഞാൻ പറഞ്ഞു, എനിക്ക് ശരിക്കും സന്തോഷം തോന്നി. മരണഭീതി മാറിയോ എന്നാണ് ആ ട്രാക്റ്റിൻ്റെ ഹെഡിങ്. സ്തോത്രം. അതിൽ ശരിക്കും പറഞ്ഞാൽ മരണഭീതി മാറണമെങ്കിൽ മരണാനന്തര ജീവിതം എവിടാണെന്നുള്ള ഉറപ്പുണ്ടായിരിക്കണം എന്ന ആശയം അദ്ദേഹം വളരെ വ്യക്തമായി അതിനകത്ത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതുകൊണ്ട് സ്തോത്രം, ഇന്ന് രാത്രി, സ്തോത്രം, ലോകത്തിൽ മരണത്തെ പോലും വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരു കൂട്ടം ഭക്തന്മാരുണ്ടെങ്കിൽ അത് കർത്താവുമായുള്ള വ്യക്തിബന്ധം അനുഭവിക്കുന്ന തൻ്റെ ഭക്തന്മാരാകയാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന സഹോദരങ്ങളിൽ ആർക്കെങ്കിലും മരണഭീതി മാറിയിട്ടില്ലെങ്കിൽ തുടർന്ന് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ, ഹല്ലേലൂയ, ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. യേശു ക്രിസ്തു ലോകത്തിൽ വന്നത്, സ്തോത്രം, സതുപദേശം പഠിപ്പിക്കാനല്ല, രോഗികളെയെല്ലാം സൗഖ്യമാക്കാനല്ല, പട്ടിണിക്കാർക്കെല്ലാം ഭക്ഷണം കൊടുക്കാനല്ല, സഭ സ്ഥാപിക്കാനല്ല, സഭയെന്ന പ്രസ്ഥാനം സ്ഥാപിക്കാനല്ല. പിന്നെ യേശു ഇവിടെ വന്നത് തൻ്റെ ജീവൻ അനേകർക്ക് വേണ്ടി മറുവിലയായി കൊടുക്കാൻ, അനേകരുടെ പാപങ്ങളെ ഏറ്റുകൊണ്ട് ജീവൻ മറുവിലയായി കൊടുക്കാനാണ് കർത്താവ് ഇവിടെ വന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. യേശു ക്രിസ്തു, നമ്മളപ്പോൾ ഇതിപ്പോൾ ക്രിസ്തുമസ് സമയമൊക്കെ ആയപ്പോൾ പല ആളുകളും കർത്താവിനെ കുറിച്ച് കൊണ്ട് പറയും, പിതാവ് അയച്ചു, പുത്രൻ വന്നു, ഇതൊക്കെ പറയുമ്പോൾ പല ആളുകളും യേശു ക്രിസ്തുവിൻ്റെ ആ ദൈവത്വ
ദൈവത്വത്തെക്കുറിച്ചുള്ള വലിയ സംശയങ്ങളൊക്കെ പലരും ഉയർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കൂടെ വരണേ, ശ്രദ്ധിക്കണേ. ഞാൻ വേഗം ഇച്ചിരി വിശദീകരണം പറഞ്ഞൊന്ന് പോകാം. സ്തോത്രം. പ്രിയപ്പെട്ട, ഈ ത്രിയേകത്വം എന്ന് പറയുന്നത് വിശുദ്ധ തിരുവെഴുത്തിലെ വളരെ വ്യക്തമായിരിക്കുന്ന ഒരു ഉപദേശമാണ്. ഇതെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം പ്ലീസ്. ത്രിയേക ദൈവം എന്നുള്ളത് ബൈബിളിൻ്റെ സത്യമാണ്. ചില ആളുകളുടെ ഒക്കെ ചിന്ത ഈ ത്രിയേകത്വം എന്നൊക്കെ പറയുന്നത് സെമിനാരിൽ വല്ല PhD ചെയ്യുന്നവരൊക്കെ അവരൊക്കെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. പാവപ്പെട്ട ഞങ്ങൾക്കൊക്കെ അതുപോലെ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഇത് പാവപ്പെട്ട നമ്മളൊക്കെ സുവിശേഷം പറയാൻ പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സത്യമാകയാൽ നമ്മൾ ആ ലളിതമായി അതൊക്കെ ഒന്ന് ഗ്രഹിച്ചിരിക്കണം. ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്നെ സെറ്റീവെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ശ്രദ്ധിച്ചാട്ടെ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നേരം കുറവായതുകൊണ്ട് ഞാൻ ഒരു ഭാഗം, ആദ്യത്തെ ഭാഗം വിട്ട് കളഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. സ്തോത്രം. ദൈവം ത്രിയേകനല്ലെങ്കിൽ ദൈവത്തിന് തന്നിൽ തന്നെ പൂർണ്ണനായിരിക്കുവാൻ കഴിയുകയില്ല. ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ദൈവം, ബൈബിളിൽ പറയുന്ന ദൈവം ത്രിയേകനല്ലെങ്കിൽ തന്നിൽ തന്നെ പൂർണ്ണനായിരിക്കുവാൻ കഴിയുകയില്ല. സ്തോത്രം. കാരണം മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവപ്രകൃതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ വൈശിഷ്ട്യം സ്നേഹമാണ്. ഒന്നുകൂടെ പറയാം. ദൈവത്തിൻ്റെ ദൈവത്വത്തിലെ അനേക ശ്രേഷ്ഠമായ ഗുണങ്ങളെക്കുറിച്ച് തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. ദൈവത്വത്തിലെ അതിശ്രേഷ്ഠമായ അനേക ഗുണങ്ങളെക്കുറിച്ച് കാണുന്നതിൽ മനുഷ്യനോടുള്ള ബന്ധത്തിൽ അതിലേറ്റവും പ്രധാനമായിരിക്കുന്നത് സ്നേഹമാണ്. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് ബൈബിളിൽ ദൈവത്തിന് തന്നെ ഒരു നിർവചനം എന്ന പോലെ ദൈവം സ്നേഹമാകുന്നു എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ ഇനി ഈ സ്നേഹത്തെ ഒന്ന് ചിന്തിച്ച്, സ്തോത്രം, ഒരു ചെറിയ ആശയം ഒന്ന് നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. കൂടെ വരണേ. സ്തോത്രം. ഈ സ്നേഹമെന്ന് പറഞ്ഞാലോ, സ്നേഹമെന്നുള്ളത് ഒരു ചലനാത്മക പ്രകൃതമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കൈനറ്റിക് ഇമോഷനാണ്. ചലനാത്മക പ്രകൃതമെന്ന് പറഞ്ഞാൽ സ്നേഹം സജീവമായിരിക്കണമെങ്കിൽ സ്നേഹം പകരപ്പെടണം, സ്നേഹം സ്വീകരിക്കപ്പെടണം. കേൾക്കണേ. സ്നേഹം പകരപ്പെടുകയും സ്നേഹം സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നില്ലെങ്കിൽ സ്നേഹം സജീവമായിരിക്കയില്ല. നദി പോലെയാണ്. തോടുകൾ വന്ന് ചേരണം, മുമ്പോട്ട് ഒഴുകണം, എടുക്കണം, പകരണം. എങ്കിൽ മാത്രമേ സ്നേഹം സജീവമായിരിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അത് കെട്ടി നിന്നാൽ തടാകമാകും, നദിയാകുകയില്ല. ഇതുപോലെയാണ് സ്നേഹം. ഒരു ചലനാത്മക സ്വഭാവമാണ്. ചലനാത്മക സ്വഭാവമായ സ്നേഹം മനുഷ്യനോടുള്ള ബന്ധത്തിലും ദൈവപ്രകൃതത്തിലെയും ഏറ്റവും ശ്രേഷ്ഠമായ ദൈവിക ഗുണവിശേഷങ്ങളിൽ ഒന്നാണല്ലോ. സ്തോത്രം. ആട്ടെ, ഇനി നിങ്ങൾ എൻ്റെ കൂടെ ചിന്തയിൽ അങ്ങ് അനാദിയിൽ വരിക. എന്താ ഈ അനാദി എന്നൊക്കെ പറഞ്ഞാൽ? ശ്രദ്ധിക്കണേ. ബൈബിൾ തുടങ്ങുന്നത് തന്നെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് സ്വർഗവും ഭൂമിയുമാണെന്ന് നമുക്കറിയാമല്ലോ. കാര്യം, വെളിയിലോട്ടിറങ്ങി മുകളിലോട്ട് നോക്കുമ്പോൾ കാണുന്ന നീലവിരിപ്പ് രണ്ടാം ദിവസത്തെ സൃഷ്ടിപ്പാണ്, നമുക്കറിയാം. അപ്പോൾ ആദിയിലെ ആകാശം എന്ന് പറയുന്നത് ഈ നീലവിരിപ്പല്ല. പിന്നെ ആദിയിലെ ആകാശം സ്വർഗങ്ങളാണ്. അപ്പോൾ ആദിയിൽ സ്വർഗവും സ്വർഗത്തോടൊപ്പം ഭൂമിയും ദൈവം സൃഷ്ടിച്ചു. സ്വർഗത്തിലെ സേവകാത്മാക്കളായി മാലാഖമാരെ ദൈവം സൃഷ്ടിച്ചു. നോക്കണേ. സ്വർഗത്തിലെ സേവകാത്മാക്കളായി മാലാഖമാരെ സൃഷ്ടിച്ചു. അതാണ് ആദി. എന്നാൽ ആ ആദിക്ക് മുമ്പ് ദൈവമുണ്ട്. ആദിക്കും മുമ്പ് ദൈവമുണ്ട്. അതാണ് 90-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിനും മുമ്പേ, ആദിയിൽ നീ ഒരു സൃഷ്ടിച്ചതിന് മുമ്പേ, അനാദിയായും ശാശ്വതമായും നീ ദൈവമാണ്. ഹല്ലേലൂയ. അനാദിയായും
നിത്യമായും ശാശ്വതമായും നീ ദൈവമാ. അപ്പോൾ ആദിക്കും മുമ്പേ അനാദിയിൽ ദൈവമുണ്ട്. വേറൊന്നുമില്ല, വേറെ ആരുമില്ല. ശ്രദ്ധിക്കണേ, സ്തോത്രം. അപ്പോൾ വേറെ ഒന്നും, വേറെ ആരുമില്ലാത്ത അനാദിയിലും ദൈവം സ്നേഹമാണ്. ശ്രദ്ധിച്ചേ, അനാദിയിലും ദൈവം സ്നേഹമാണെങ്കിൽ അന്ന് ദൈവസ്നേഹം എങ്ങനെ സജീവമായിരുന്നു. അന്ന് ദൈവസ്നേഹം ആരിലേക്ക് പകരപ്പെട്ടു? ആരെ തിരികെ ദൈവത്തെ സ്നേഹിച്ചിരുന്നു? ശ്രദ്ധിക്കുക, വേറൊന്നുമില്ല, വേറെ ആരുമില്ല. അനാദിയിൽ ദൈവത്രിയേകത്വത്തിലെ 3 ആളത്വങ്ങൾ പരസ്പരമുള്ള സ്നേഹക്കൂട്ടായ്മയുടെ പൂർണ്ണതയിൽ സ്നേഹവാനായ ദൈവം തന്നിൽ തന്നെ സമ്പൂർണനായി വാഴുമ്പോൾ, ശ്രദ്ധിക്കണേ, അപ്പോൾ ഈ ത്രിയേക ദൈവത്തിൽ 3 ആളത്വങ്ങൾ പരസ്പരമുള്ള സ്നേഹക്കൂട്ടായ്മയിൽ ദൈവം തന്നിൽ തന്നെ സർവസമ്പൂർണനായി വാഴുകയാണ്. ശ്രദ്ധിച്ചേ, ഈ ത്രിയേകത്വത്തിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മളാ, മനുഷ്യരാ. ദൈവം നമ്മെ തൻ്റെ തന്നെ സ്വരൂപത്തിലും തൻ്റെ തന്നെ സാദൃശ്യത്തിലും സൃഷ്ടിച്ചപ്പോൾ ആ ദൈവ ത്രിയേകത്വത്തിൻ്റെ നിഴൽ നമുക്ക് തന്നാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. അതാണ് 1 തെസ്സലോനി 5:23 നമ്മൾ വായിക്കുന്നു, സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ദേഹവും. കണ്ടോ, 3 ഘടകങ്ങൾ കൂടി ചേർന്ന ഒരു ത്രിയേകനാണ് ഞാൻ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ത്രിയേകന്മാരാണ്. വിശദീകരണത്തിന് സമയമില്ല, ശ്രദ്ധിക്കണേ. നമുക്കറിയാം, സ്തോത്രം, ഈ 3 ഘടകങ്ങളും ഓരോരുത്തരുമുള്ള ഈ 3 ഘടകങ്ങളും പരസ്പരം സംവദിക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ശ്രദ്ധിക്കണേ, സംവദിക്കും. അതാണല്ലോ ബൈബിളിൽ നമ്മൾ കണ്ടിട്ടില്ലേ, സ്തോത്രം, ദേഹി ആത്മാവിനോട് പറയുകയാ, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ദേഹി ആത്മാവിനോട് പറയുകയാണ്, ആത്മാവേ നീ വിഷാദിക്കുന്നതെന്ത്? കുറച്ച് കഴിഞ്ഞപ്പോൾ, ശ്രദ്ധിക്കണേ, കുറച്ച് കഴിഞ്ഞപ്പോൾ, സ്തോത്രം, ആത്മാവ് ദേഹിയോട് പറയുകയാണ്, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്ക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. കണ്ടോ, ആത്മാവ് ദേഹിയോടും ദേഹി ആത്മാവോടും സംവദിക്കുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, സ്തോത്രം, അത് നമുക്ക് തന്നെ നമുക്കറിയാം. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ഇങ്ങനൊരു പ്രയോഗമുണ്ട്, ഹോൾഡിംഗ് കോൺഫറൻസ് എമംഗ് വൺ സെൽഫ് എന്നൊരു പ്രയോഗമുണ്ട്. ശ്രദ്ധിച്ചേ, എന്നാൽ ഈ ഹോൾഡിംഗ് കോൺഫറൻസ് എമംഗ് വൺ സെൽഫ് എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരും അവനവൻ തന്നെ ഒരു കോൺഫറൻസ് കൂടുകയോ, അതെങ്ങനെ സാധ്യമാകും? ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു വിദേശയാത്രയ്ക്ക് പോവുക. വിദേശയാത്രയ്ക്ക് പോയപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നത് വീസ ഓൺ അറൈവല, അവിടെ ചെല്ലുമ്പോൾ വീസ അടിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നിങ്ങൾ ആ രാജ്യത്ത് ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങി നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും പാസ്പോർട്ടും എല്ലാമായി നിങ്ങൾ ആ വീസ ഓഫീസറുടെ അടുത്ത് ചെന്നു. വീസ ഓഫീസറുടെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നോക്കി വെച്ച് പറഞ്ഞു, ഹേ മിസ്റ്റർ, ഐ കനോട്ട് ഇഷ്യൂ എ വീസ ഓൺ ദീസ് വേ. ഇതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു വീസ എനിക്ക് തരാൻ ഒക്കില്ല. ഞാൻ നിങ്ങൾക്ക് ചില ഓപ്ഷൻസ് തരാം, ഒരു 4 ഓപ്ഷൻസ് തരാം. ഒന്ന്, അടുത്ത ഫ്ലൈറ്റ് നിങ്ങൾക്ക് ഞാൻ ബുക്ക് ചെയ്ത് തരാം, നിങ്ങൾക്ക് പോകാം. അല്ലെങ്കിൽ ഒരു വലിയൊരു ഫൈൻ അടച്ചിട്ട് 72 മണിക്കൂറത്തേക്ക് വേണേൽ ഒരു വീസ തരാം. അതും അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോൾ ലോക്കപ്പിലോട്ട് കൊണ്ടുപോകും, അറസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺസുലാർ സർവീസസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആവശ്യപ്പെടും. ഇങ്ങനെ 3-4-5 ഓപ്ഷൻസ് അങ്ങോട്ട് വെച്ചു. അപ്പം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം, ആരും ഇവിടെ പരിചയക്കാരില്ല, ഫോണില്ല, ഒന്നുമില്ല, എന്ത് ചെയ്യാൻ? ഒരു 5 മിനിറ്റ്, ഓക്കെ, 10 മിനിറ്റ് എടുത്തോളൂ. അങ്ങോട്ട് മാറിയിരുന്ന് നമ്മൾ കോൺഫറൻസ് കൂടുക. നമ്മളിലെ മനസ്സും, ശ്രദ്ധിക്കണേ, നമ്മളിലെ ഇമോഷൻസും, ഇച്ചിരി കഴിഞ്ഞപ്പോൾ നമ്മളിലെ മനസാക്ഷിയും എന്ന് വേണ്ട നമ്മളിലെ ആത്മാഭിമാനവും
മനസ്സിലായില്ലേ? പിന്നെ നമ്മളിലെ ആ കണക്ക് കൂട്ടുന്നവനും ഇവനെല്ലാം കൂടി ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒരു തന്നിൽ തന്നെ ഒരു ചർച്ചയൊക്കെ ചെയ്ത് അവസാനം ഒരു തീരുമാനത്തിൽ. ഇതിനാണ് ഹോൾഡിംഗ് കോൺഫറൻസ് എമംഗ് വൺ സെൽഫ് എന്നൊരു പ്രയോഗമുള്ളത്. നോക്കണേ, അപ്പോൾ നമ്മളിൽ തന്നെ ആ ബഹുത്വം നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെയാണ്, ശ്രദ്ധിക്കണേ, അനാദിയിൽ ത്രിയേക ദൈവത്തിലെ 3 ആളത്വങ്ങൾ പരസ്പരമുള്ള സ്നേഹ കൂട്ടായ്മയിൽ ദൈവം തന്നിൽ തന്നെ സമ്പൂർണരായി വാഴുകയാ. ശ്രദ്ധിച്ചേ, സ്തോത്രം. ഈ ത്രിയേകനല്ലെങ്കിൽ ഈ സ്നേഹം സജീവമായിരിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയുകയില്ല. ഇവിടെ പലരും ഏകദൈവ വിശ്വാസികളെന്ന് പറയുന്ന പലരും അവർ പറയുന്ന ഏകദൈവം, ഞാനിങ്ങനെ അങ്ങ് പറഞ്ഞോട്ടെ, ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല, സത്യമാണ്. അവർ പറയുന്ന ഏകദൈവം എന്ന് പറയുന്നത് ഒരു മൂർഖനായ ഒരൊറ്റയാനാണ്, അല്ലയോ? ഒരു മൂർഖനായ ഒരൊറ്റയാൻ. അങ്ങനെ ഒരു ദൈവത്തിന് സ്നേഹമായിരിക്കാനും അനാദിയിൽ വേറെ ആരും സ്നേഹക്കൂട്ടായ്മയ്ക്ക് ഇല്ലാത്തപ്പോഴും തന്നിൽ തന്നെ പൂർണ്ണനായിരിക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല. അവിടെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ പ്രിയ അനിയന്മാരെ, അനിയത്തിമാരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ പല പ്രൊഫഷണൽ കോളേജിലൊക്കെ പഠിക്കുന്ന പലരും വലിയ വെല്ലുവിളി അഭിമുഖീകരിക്കുന്നതും പലരും തെറ്റായ വഴിയിലേക്ക് പിന്തിരിയുന്നതും കണ്ട് ദുഃഖിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് ഞാനൊരു വിശദീകരണങ്ങളോട് പറയുകയാണ്. ഈ അടുത്ത സമയത്ത് ഒരു മോൻ എന്നോട് പറഞ്ഞത്, അവൻ്റെ അടുത്തൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരാൾ ചോദിച്ചു, അഷ്റഫിൻ്റെ സ്നേഹിതൻ. അതെ അതെ അതെ. നിനക്ക് 3 ദൈവമില്ലടാ മോനെ? ഇല്ല, ഞങ്ങൾക്ക് ഒരു ദൈവമേ ഉള്ളൂ. യേശു നിങ്ങളുടെ ദൈവമല്ലേ? അതെ, യേശു ഞങ്ങളുടെ ദൈവം. അപ്പം ആ യേശു കുരിശെ കിടന്നുകൊണ്ട് വേറൊരു ദൈവത്തോട് പ്രാർത്ഥിച്ചില്ലേ, എൻ്റെ ദൈവമേ? അപ്പം അത് വേറൊരു ദൈവമല്ലയോ? യേശു ദൈവമാ? കണ്ടോ കുഞ്ഞാകെ വല്ലാതെ ആയിപ്പോയി. എന്ത് ശ്രദ്ധിച്ചേ, ഇങ്ങനെ ആശയപരമായി നമ്മുടെ കുഞ്ഞുങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന വല്ലാത്ത അവസ്ഥ ഇന്ന് സമൂഹത്തിലുണ്ട്. മക്കളെ, നിങ്ങൾ വചനം പറയുന്നതിനെക്കുറിച്ച് ഉറപ്പ് പ്രാപിച്ചിരിക്കണം. യേശു പ്രാർത്ഥിച്ചെങ്ങനെയാണെന്നറിയാമോ? എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളി ഞരങ്ങുന്നതെന്തെന്ന് ദേഹി ആത്മാവിനോട് ചോദിച്ചതുപോലാണ് യേശു കുരിശിൽ കിടന്നുകൊണ്ട്, സ്തോത്രം, പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചത്. ഒരു ദൈവം 3 ആളത്വങ്ങളിൽ വെളിപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കണേ, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. വി.എ. തോമസ് സാർ എന്ന് പറഞ്ഞ അനുഗ്രഹീതനായ ഒരു ദൈവദാസനുണ്ടായിരുന്നു. 70കളിൽ അദ്ദേഹം പറഞ്ഞൊരു പ്രയോഗം, അത് അതുപോലെ പറയാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ഐ എം റിപ്പീറ്റിംഗ് വാട്ട് ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ ആവർത്തിക്കാം. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാ, അനാദിയിൽ, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തന്നെ, കഴിഞ്ഞ കാല നിത്യതയിൽ ത്രിയേക ദൈവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന 3 ആളത്വങ്ങൾ പരസ്പരമുള്ള സ്നേഹക്കൂട്ടായ്മയുടെ പൂർണ്ണതയിൽ ദൈവം തന്നിൽ തന്നെ സമ്പൂർണനായി കഴിയുമ്പോൾ, ദൈവത്രിയേകത്വത്തിൽ ദൈവസ്നേഹം നിറഞ്ഞു പൊങ്ങുമ്പോൾ, ആ സ്നേഹം പകർന്നു വെക്കാൻ മൺപാത്രങ്ങളെ ഉണ്ടാക്കി. അങ്ങനെ ദൈവസ്നേഹം ഉൾക്കൊള്ളുവാൻ ദൈവം സൃഷ്ടിച്ച മൺപാത്രങ്ങളാണ് മനുഷ്യർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്തോത്രം. നേരം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സ്തോത്രം. അതേ, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ സ്തുതി സ്തോത്രങ്ങളല്ല എന്ന് വിചാരിച്ച സ്തുതിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ല. സ്നേഹമാണ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. സ്നേഹത്തിൻ്റെ പ്രകടനമാണ് പാടുന്നത്, സ്നേഹത്തിൻ്റെ പ്രകടനമാണ് സ്തോത്രം ചെയ്യുന്നത്, സ്നേഹത്തിൻ്റെ പ്രകടനമാണ് സുവിശേഷ വേല ചെയ്യുന്നത്, സ്നേഹത്തിൻ്റെ പ്രകടനമാണ് കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുന്നത്. ഹല്ലേലൂയ. സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. സ്നേഹമില്ലാതെ ദൈവത്തെ സ്തുതിക്കുന്നതിൽ ദൈവപ്രസാദമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ സ്തുതിച്ചത് ഞാൻ പറയാത്തത്. സ്തോത്രം. കാരണം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചാൽ അതിൽ ദൈവപ്രസാദം ഉണ്ടാകയില്ല. എന്നാൽ ദൈവസ്നേഹമുള്ളിൽ നിറയുമ്പോൾ, ദൈവം നമ്മോട് ചെയ്ത നന്മകളെക്കുറിച്ച് ഓർക്കുമ്പോൾ, ആ സ്നേഹം കൊണ്ടും ആ നന്ദി കൊണ്ടും ഓർത്ത് ഉല്ലസിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം അതിൽ പ്രസാദിക്കുകയാണ്.
ഹല്ലേലൂയ. അതേ മൺപാത്രങ്ങളായ നമ്മളെ ദൈവം സൃഷ്ടിച്ചത് ആ സ്നേഹം ഉൾക്കൊള്ളുവാൻ വേണ്ടിയാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, അങ്ങനെ സർവവ്യാപിയായ ദൈവം, ത്രിയേകനായ ദൈവം, ആ ത്രിയേക ദൈവത്തിലെ ഒരാളത്വം ശ്രദ്ധിച്ചേ, ഒരാളത്വം. സ്തോത്രം. മനുഷ്യനോടുള്ള ബന്ധത്തിലാണ് പിതാവ് പുത്രൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വിഷയത്തിൽ പോകണില്ല. ശ്രദ്ധിക്കണേ, ഒരാളത്വം, രണ്ടാം ആളത്വമായവൻ എന്നൊക്കെ പറയുമ്പോൾ സ്ഥാനമല്ല, വെളിപ്പാടിൻ്റെ ക്രമമാണ് രണ്ടാം ആളത്വം എന്ന് പറയുന്നത്. സ്തോത്രം. ഈ രണ്ടാം ആൾ സർവവ്യാപിയാണ്. ഈ സർവവ്യാപിയായവൻ തന്നെത്താനങ്ങോട്ട് ചെറുതാക്കി, തന്നെത്താൻ അങ്ങോട്ട് എളിമപ്പെടുത്തി ഒരു മനുഷ്യ ഭ്രൂണമായി ഒരു കന്യകയുടെ ഗർഭത്തിൽ മനുഷ്യഭ്രൂണമായി തന്നെത്താൻ താഴ്ത്തി. സ്തോത്രം. ശ്രദ്ധിക്കണേ, ഒരു മനുഷ്യനായി ഇവിടെ ജനിച്ചു. ഹല്ലേലൂയ. ചിലരൊക്കെ ഇതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്, പരിഹസിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രദ്ധിച്ചേ പറയാം. സ്തോത്രം. പ്രിയമുള്ളവരെ, സ്തോത്രം. സർവവ്യാപിയായ ദൈവമാണ് കേട്ടോ. ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം നരകത്തിലുമുണ്ട്. കാരണം സർവ്വവ്യാപിയാണ്. അവിടെ വേണം. നമ്മുടെയൊക്കെ ചിന്ത എന്താണെന്നറിയാമോ? നമ്മുടെയൊക്കെ ചിന്ത ദൈവം സ്വർഗത്തിൽ വാഴുന്നു, പിശാച് നരകത്തിൽ വാഴുന്നുവെന്ന. സ്വർഗം ദൈവത്തിൻ്റെ രാജ്യം, നരകം പിശാചിൻ്റെ രാജ്യമെന്ന് നമ്മുടെ ചിന്ത. അങ്ങനല്ല. നരകത്തിലും വാഴുന്നവൻ ദൈവമാണ്. ശ്രദ്ധിക്കണേ, അവിടുന്ന് സർവവ്യാപിയാണ്. വാക്യം കാണിച്ചു തരാം. 139 സങ്കീർത്തനം 7 വാക്യം. നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ കോടും? സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ശ്രദ്ധിക്കണേ, നരകത്തിലും ദൈവ സാന്നിധ്യമുണ്ട്. എന്നാൽ അവിടെയുള്ളവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നില്ല എന്നാണ്. അപ്പോൾ ഈ സർവവ്യാപിയായ ദൈവം തന്നെത്താൻ അങ്ങോട്ട് ചെറുതാക്കി. സ്തോത്രം. നിങ്ങളുടെ ചിന്ത നിങ്ങൾക്കതൊന്ന് ഉൾക്കൊള്ളാൻ സഹായകരമാകേണ്ടതിന് ഞാനൊരു വിശദീകരണം പറയാം. നിങ്ങളുടെ കൂടെ വന്നി ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ തൊട്ടടുത്ത പറമ്പിൽ, പുതുപ്പള്ളിയിലെ തൊട്ടടുത്ത പറമ്പിൽ ഒരു വലിയ പഴയ ഒരു തറവാട്ടുകാരനായ ഒരു മാന്യനായ ഒരു മനുഷ്യനാണ്. ഒത്തിരി പറമ്പും പാടവും ഉള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം തലമുറകളായി അവരുടെ പറമ്പിൽ നിന്ന് ഒരു ആഞ്ഞിലിത്തടി ചില വർഷങ്ങൾക്ക് മുമ്പ് വിറ്റു. ആ ആഞ്ഞിലിത്തടി വിറ്റത് 5 ലക്ഷം രൂപയ്ക്ക്. 5 ലക്ഷം രൂപയ്ക്ക് ഒരാഞ്ഞിലി വിറ്റു. ഓർത്തു നോക്കണം. നിങ്ങൾക്ക് തന്നെ ആ സൈസിനെ കുറിച്ചൊന്ന് ചിന്തിക്കാമല്ലോ. പക്ഷേ ഒരു കാര്യം മറക്കരുത്, ഈ ഹ്യൂജ് ട്രീ, ഈ വലിയ തടിയും 2 വിരലിനിടയിൽ പിടിക്കാവുന്ന ഒരാഞ്ഞിലി കുരുവിൽ നിന്നാണ് ഉണ്ടായത്. ശരിയല്ലേ? നമുക്ക് പറയാം, വലിയ തേക്കൊക്കെ ഉണ്ട്. അയ്യോ, എന്നാ ഇപ്പോൾ ലക്ഷങ്ങൾ വില വരുന്ന തേക്കൊക്കെ ഉണ്ട്. ആ തേക്കും 2 വിരലിനിടയിൽ പിടിക്കാവുന്ന ഒരു തേക്കിൻ്റെ അരിയിൽ നിന്ന്, ആ തേക്കിൻ്റെ വിത്തിൽ നിന്നാണ് ഉണ്ടായത്. പ്രിയമുള്ളവരെ, സ്തോത്രം. അപ്പോൾ നോക്കണേ, ഈ തേക്കിൻ്റെ വിത്തിൽ നിന്ന് വലിയ തേക്കുണ്ടായി. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ആ വലിയ തേക്ക് പിന്നെയും ആ വിത്തായി ഒന്ന് ചെറുതാകുന്നതെന്ന് ഓർത്തേ. അത് പിന്നെയും ഒന്ന് ചെറുതാകുന്നത് ഓർക്കുക. ദൈവത്താൽ അത് കഴിയും. ഏതാണ്ട് ഇതുപോലെ ഒരു അത്ഭുതമാണ് കർത്താവ് തന്നിൽ തന്നെ ചെയ്ത് നമുക്ക് വേണ്ടി ഇവിടെ തന്നെത്താൻ അങ്ങോട്ട് ചെറുതാക്കി. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടല്ലോ? ചെറുതായി വന്നപ്പോഴും അവൻ പൂർണ്ണ ദൈവമാ. പൂർണ്ണ മനുഷ്യനായി, പൂർണ്ണ ദൈവമായവൻ പൂർണ്ണ മനുഷ്യനായി ഇവിടെ വന്നു. എന്തിന്? നമ്മുടെ പാപങ്ങൾ ചുമക്കുവാൻ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമാകുവാൻ. ഹല്ലേലൂയ. ഞാനീ പറയും നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. മുമ്പോട്ട് പോകട്ടെ. സ്തോത്രം. അതേ, അവരിവിടെ എവിടാ വന്ന് പിറന്നത്? ഇപ്പം ക്രിസ്മസ് കഴിഞ്ഞതേ ഉള്ളൂ. നമ്മളൊക്കെ ഒത്തിരി ആഘോഷിക്കുന്നതാണ് പുൽക്കൂട് അല്ലേ? വന്ന് മൃഗശാലയിൽ പിറന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബേത്ലഹേമിലെ വഴിവക്കിലുള്ള ഒരു ഗുഹയിലാണ് മറിയ യേശുവിനെ പ്രസവിച്ചതെന്നാണ് പാരമ്പര്യം പറയുന്നത്. ബൈബിളിലെ സൂചനയും അത് വെളിപ്പെടുത്തുന്നുണ്ട്. സ്തോത്രം. നോക്കണേ, അതുകൊണ്ടാണ് പൗരസ്ത്യ സഭയുടെ അവരുടെ ഗാനത്തിൽ ഒരു ഗാനം ഇങ്ങനെയുണ്ട്: കല്ലടാവിൽ പിറന്നവൻ മിശിഹ. കല്ലടാവ് എന്ന് പറഞ്ഞാൽ ഗുഹയാ. നോക്കണേ, പക്ഷേ അവിടെ പ്രസവിച്ച അനന്തരം കൊണ്ടുവന്ന് കിടത്തിയത്
പശുത്തൊട്ടിയിലാണ് കൊണ്ടുവന്ന് കിടത്തിയത്, മൃഗശാലയിൽ. എന്തുകൊണ്ടാണെന്നറിയാമോ? അവനൊരു യാഗമൃഗമായിട്ടാണ് ഇവിടെ വന്നത്. അവനൊരു യാഗമൃഗമായി ഇവിടെ വന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച താഴ്ചയുടെ അവസ്ഥ എത്ര വലുതാണെന്ന് നിങ്ങൾ ഓർക്കണം. എന്തിനാ? മൃഗതുല്യരായ നമ്മെ സ്വർഗത്തോളം ഉയർത്തേണ്ടതിന് സ്വർഗസ്ഥനായവൻ ഒരു യാഗമൃഗമായി മൃഗശാലയിൽ വന്ന് പിറന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ എന്നെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ എൻ്റെയും നിങ്ങളുടെയും പാപം തൻ്റെ പാവന ശരീരത്തിൽ ഏറ്റെടുത്തു. അതിനാണ് ഇവിടെ വന്നത്. ശ്രദ്ധിച്ച്, ജനനം മുതലേ അവൻ്റെ യാഗമരണത്തിനായുള്ള ഒരുക്കം തുടങ്ങിയതാണ്. ജനനം മുതലേ. ഞാനൊരു വിശദീകരണം പറയാം. നമുക്കറിയാം, മാലാഖമാർ ഇടയന്മാരോട് പറഞ്ഞു, ചെന്ന് യേശുവിനെ കാണാൻ പറഞ്ഞപ്പോൾ ആ മാലാഖമാർ പറഞ്ഞ ആ ഇടയന്മാരൊക്കെ വിശേഷപ്പെട്ട ഇടയന്മാരാ. ശ്രദ്ധിച്ച് പ്രിയപ്പെട്ടവരെ, അത് സാധാരണ ഇടയന്മാരായിരുന്നില്ല. നമുക്കറിയാം, യെരുശലേമിൽ ഒരു ദൈവാലയമേ ഉള്ളൂ. ആ ദൈവാലയത്തിൽ സന്ധ്യായാഗവും പ്രഭാതയാഗവും മുടങ്ങാതെ നടക്കണം. പിൽക്കാലത്ത് രാജ്യം രണ്ടായി പിരിഞ്ഞു. 10 ഗോത്രം വടക്കൻ രാജ്യവും 2 ഗോത്രം തെക്കൻ രാജ്യവും. കൃത്യമായി പറഞ്ഞാൽ 9 2 അങ്ങ് 2 രാജ്യമായി പിരിഞ്ഞു. അപ്പോൾ ഉത്സവ സമയങ്ങളിൽ ധാരാളം യാഗമൃഗങ്ങളെ കൊണ്ടുവരും. എന്നാൽ സമയങ്ങളിൽ റെഗുലറായിട്ട് യാഗമൃഗങ്ങൾ വരുന്നതിന് വിഘ്നമുണ്ടായപ്പോൾ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ഒരുമിച്ച് കൂടി തീരുമാനിച്ചു, യെരുശലേം നഗരത്തിന് അടുത്തുള്ള നഗരങ്ങളുടെ പുറത്തുള്ള പുൽപ്പുറങ്ങളിൽ ദൈവാലയത്തിൽ നിന്ന് ശമ്പളം കൊടുത്ത് ഇടയന്മാരെ നിയമിക്കുക. ആ പുൽപ്പുറങ്ങളിൽ ഈ ഇടയന്മാർ ആടുകളെ വളർത്തട്ടെ. അവരവിടെ വളർത്തുന്ന ആടുകൾ ദൈവാലയത്തിലെ യാഗത്തിന് ഉപയോഗിക്കപ്പെടാം. അത് പിന്നെ അങ്ങ് ഭയങ്കര വിശാലമായി വിപുലമായി ഒടുവിൽ ദൈവാലയത്തിൽ കച്ചവടം വരെ തുടങ്ങി നമുക്കറിയാമല്ലോ. കർത്താവ് അതുകൊണ്ടാണ് എല്ലാവരെയും അടിച്ച് പുറത്താക്കേണ്ടി വന്നത്. നോക്കണേ, അങ്ങനെ മാറ്റിവെച്ചിരുന്ന പുൽപ്പുറങ്ങളിൽ ഒരു പുൽപ്പുറമാണ് ബേത്ലഹേം പട്ടണത്തിന് പുറത്തുള്ള പുൽപ്പുറങ്ങൾ. നമ്മുടെ ആ ബേത്ലഹേം പട്ടണത്തിന് പുറത്തുള്ള ഈ പുൽപ്പുറങ്ങളിൽ ദൈവാലയത്തിൽ നിന്ന് ശമ്പളം മേടിക്കുന്ന ഇടയന്മാർ, മിടുമിടുക്കന്മാരായ ഇടയന്മാർ ആടിനെ വളർത്തുന്നു. അവിടെ ഒരാട് പ്രസവിച്ചാൽ ഉടനെ ഈ ഇടയന്മാർ ഒരു കാര്യം ചെയ്യണം. ആ പ്രസവിച്ചു വീണ ആട്ടിൻകുട്ടിയെ പരിശോധിക്കണം. എന്താ പരിശോധന? വല്ല ഊനവുമുണ്ടോന്ന്, ചെവി ചുരുണ്ടു പോയതാണോ, മുടന്തുള്ളതാണോ, കണ്ടില്ലാത്തതാണോ, എന്തെങ്കിലും ഊനമുണ്ടോ എന്ന് പരിശോധിക്കണം. എന്തെങ്കിലും ഊനമുണ്ടെങ്കിൽ ആ ആടിനെ ആ പുൽപ്പുറത്ത് വളർത്തില്ല. അവിടെ സ്ഥലപരിമിതിയുണ്ട്. ശ്രദ്ധിക്കണേ, അതിനെ മറ്റു പുൽപ്പുറങ്ങളിലേക്ക് അങ്ങ് മാറ്റും. എന്നാൽ സ്തോത്രം, നല്ല ആടുകളാണെങ്കിൽ അവിടെ വളർത്തും. യാഗത്തിനുള്ളതാണ് അവിടെ വളരുന്ന ആടുകൾ. അപ്പോൾ ഈ ഇടയന്മാരുടെ ചുമതലയിൽപ്പെട്ടതാണ് യാഗത്തിനുള്ള ആട് പ്രസവിച്ചാലുടനെ അല്ലെങ്കിൽ പിറന്നാലുടനെ ആ ആടിനെ യാഗത്തിന് യോഗ്യതയുള്ളതാണെന്ന് പരിശോധിച്ച് സർട്ടിഫൈ ചെയ്യാനുള്ള ചുമതലയുള്ളവരാണ് ഈ ഇടയന്മാർ. ഇത് ഒത്തിരി ചരിത്രത്തിൽ തെളിവുകളും പുസ്തകങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ശ്രദ്ധിക്കണേ, ആ ഇടയന്മാരോടാണ് മാലാഖമാർ പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് ചെല്ല, ദാവീദ് ഗൃഹത്തിൽ ഒരുവൻ പിറന്നിരിക്കുന്നു. അവർ ബന്ധപ്പെട്ട ബേത്ലഹേമിലേക്ക് ചെന്ന് പുൽത്തൊഴുത്തിൽ കിടക്കുന്ന യേശുവിനെ കണ്ടപ്പോൾ അവർ വീണ് അവനെ നമസ്കരിച്ചു. അവൻ്റെ യോഗ്യതയുടെ മുമ്പിൽ അവർ കുമ്പിടുകയായിരുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ജനനം മുതലേ യാഗത്തിനായുള്ള ഒരുക്കം തുടങ്ങി. സ്തോത്രം. ഈയുടെ ഭാഗം ഒന്നും ഞാൻ പറയുന്നില്ല. സ്തോത്രം. അവൻ്റെ പേരിൽ ഒരു കുറ്റാരോപണമില്ലാതെ, ചാർജ് ഷീറ്റില്ലാതെ അവരവനെ അറസ്റ്റ് ചെയ്ത് 5 കോടതിയിൽ 7 റൗണ്ട്
മാറി മാറി വിസ്തരിച്ചു. ആദ്യം ഹന്നാവിൻ്റെ കോടതിയിൽ വിസ്തരിച്ചു, കുറ്റമില്ല. രണ്ടാമത് കയ്യഫായുടെ കോടതിയിൽ വിസ്തരിച്ചു, കുറ്റമില്ല. മൂന്നാമത് സന്നദ്രിം സംഘത്തിൻ്റെ മുമ്പിൽ വിസ്തരിച്ചു, സുപ്രീം കോടതി, അതിലും കുറ്റമില്ല. പക്ഷെ അവരെല്ലാവരും എഴുന്നേറ്റ് പീലാത്തോസിനടുത്ത് കൊണ്ടുപോയി. പീലാത്തോസ് വിസ്തരിച്ചു. സ്തോത്രം. നോക്കണേ, പീലാത്തോസിന് അടുത്തോട്ട് വരുമ്പോൾ തന്നെ പീലാത്തോസിൻ്റെ ഭാര്യ ഉറക്കച്ചടവ്, വെളുപ്പിനെ കൊണ്ടുവരും കേട്ടോ, ഉറക്കച്ചടവോടുകൂടെ മട്ടുപ്പാവിൽ നിൽക്കുമ്പോൾ ആരവാരത്തോടുകൂടി പടിപ്പുരയിലൂടി ഒരാൾക്കൂട്ടം ഒരു ബന്ദിയുമായി കയറി വരുന്നു. അവൾ സൂക്ഷിച്ചൊന്ന് നോക്കി, കൈ വിധാനിച്ച് നോക്കിയപ്പോൾ അവൾ നടുങ്ങിപ്പോയി. എന്താ നടുങ്ങാൻ കാരണം? ആ വിറക് വെച്ച് വരുന്ന ആളോ, ആ ദിവ്യൻ. തലേ രാത്രി അവൾക്ക് ഒരു പോളെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ദിവ്യനായി ഒരുവനെ തൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നെന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെന്നും വലിയ കഷ്ടങ്ങൾ ഉണ്ടാകുന്നെന്നുമൊക്കെ ഉള്ള സ്വപ്നങ്ങൾ, ഭീകരമായ സ്വപ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ഒരു പോളെ ഉറങ്ങാതെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച രാത്രിയാണ് കഴിഞ്ഞത്. രാവിലെ അവൾ ഉണർന്ന് അവിടെ നിൽക്കുമ്പോൾ, ആ ഉറക്കച്ചടവോടുകൂടെ നിൽക്കുമ്പോഴാണ് ഇതാ പടിപ്പുരയെന്ന് കയറി വരുന്നു. സ്തോത്രം. ആ ദിവ്യനെ, സ്വപ്നത്തിൽ കണ്ട ദിവ്യനെ വിലങ്ങ് വെച്ചവനായി കണ്ടപ്പോൾ അവൾ നടുങ്ങി. വേഗം ഒരു പരിചാരകനെ വിളിച്ചു, ചെന്ന് പറ, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. കഴിഞ്ഞ രാത്രി ഞാൻ സ്വപ്നത്തിൽ വളരെ കഷ്ടമനുഭവിച്ചതാവൻ നിമിത്തം ഈ വിവരം പറഞ്ഞതോടെ എങ്ങനെയും തല ഊരണമെന്നായി. പീലാത്തോസ് അതുകൊണ്ട് വിസ്താരവേളയിൽ മനസ്സിലായി ഇവൻ ഗലീലക്കാരനാണെന്ന് മനസ്സിലായപ്പോൾ ഗലീലയിലെ രാജാവ് ഹേരോദാവ് വന്നിട്ടുണ്ട് പെസഹായിൽ പങ്കെടുക്കാൻ. അങ്ങോട്ട് കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. അത് 5-ാം കോടതി ഹേരോദാവിൻ്റെ അടുത്ത് വിസ്തരിച്ചു. പക്ഷെ ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. തിരികെ പീലാത്തോസിനടുത്ത് അയച്ചു. പീലാത്തോസ് രണ്ടാമത് വിസ്തരിച്ചു. ആദ്യം മൊത്തത്തിൽ 6-ാമത്തെ വിസ്താരം. ആ വിസ്താരത്തിനൊടുവിൽ അവനെ ചമ്മട്ടി കൊണ്ട് അടിക്കാൻ ഏൽപ്പിച്ചു. ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് തലയിൽ മുൾക്കിരീടമൊക്കെ വെച്ച് പരിക്ഷീണനായ യേശുവിനെ കൊണ്ട് നിർത്തിയിരിക്കുന്നു. സ്തോത്രം. നോക്കണേ, പരിക്ഷീണനായി കൊണ്ട് നിർത്തിയിരിക്കുമ്പോൾ സ്തോത്രം, പീലാത്തോസ് വിചാരിച്ചു, കൊല ചെയ്തില്ലേ, ഇനി എന്നെ കൊല്ലാനാ, ഇനി എന്നെ ക്രൂശിക്കാനാ, വിട്ടേരെന്ന് ജനം സമ്മതിക്കുമെന്ന് പ്രതീക്ഷിച്ചാ അവൻ ഇത് ചെയ്തത്. പക്ഷേ അപ്പോഴും ജനം ആർത്ത് വിളിച്ചു, അവനെ ക്രൂശിക്ക എന്നാർത്ത് വിളിച്ചപ്പോൾ പീലാത്തോസ് അമ്പരന്ന് പോയി. പീലാത്തോസിന് കാര്യം അപ്പോൾ ജനമെല്ലാം ദൂരെ നിൽക്കുക. പെസഹായിൽ സംബന്ധിക്കുവാൻ തങ്ങൾ അശുദ്ധരായി പോകും എന്ന ഭയം കൊണ്ട്. കാരണം ഇവൻ പുറജാതിക്കാരൻ്റെ വീട്ടിലോട്ട് കയറിയാൽ അവർ അശുദ്ധരാകുമെന്നുള്ള ഭയം കൊണ്ട് പുറത്തളത്തിൽ ഗബ്ബത്തായിൽ കൽത്തളത്തിലാണ് ജനം നിൽക്കുന്നത്. അടുത്ത് കാണാഞ്ഞിട്ടാ ഈ ദയനീയ സ്ഥിതി ബോധ്യപ്പെടാത്തതെന്ന ചിന്തയിൽ പീലാത്തോസ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങളെന്നെ ന്യായാസനം എടുത്ത് ജനത്തിൻ്റെ അടുത്തോട്ട് കൊണ്ടിടാൻ പറഞ്ഞു. അവരിങ്ങോട്ട് വരില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലാം. ന്യായാസനം എടുത്തുകൊണ്ട് ജനത്തിൻ്റെ അടുത്ത് കൊണ്ടിട്ടപ്പോൾ യേശുവിനെ അടുത്ത് വിളിച്ചു. ജനത്തിന് തൊട്ടടുത്ത് കണ്ടോ എന്ന് ചോദിച്ചു. കണ്ടോ. അപ്പോഴും അവർ പറഞ്ഞു, അവനെ ക്രൂശിക്ക. വലിയ ലഹളയാകുന്നതല്ല, അത് പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കിയ പീലാത്തോസ് ന്യായാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. പരിചാരകന്മാർ വെള്ളം കൊണ്ടുവന്നപ്പോൾ കൈ കഴുകി, ഈർന്നണിഞ്ഞ കൈകൾ ഉയർത്തി. ഇവൻ്റെ രക്തത്തിലേക്ക് പങ്കില്ല, നിങ്ങൾ കൊണ്ട് ക്രൂശിക്കുക. ശ്രദ്ധിക്കണേ. സ്തോത്രം. നമ്മളവിടെ വായിക്കുമ്പോൾ കർത്താവിനോട് പീലാത്തോസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിനക്ക് സ്തോത്രം സംഗതിയുടെ ഗൗരവം, സാഹചര്യത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നിനക്ക് ബോധ്യമില്ലേ? നിന്നെ ക്രൂശിക്കാൻ എനിക്ക് അധികാരമുണ്ട്, നിന്നെ വെറുതെ വിടാനും എനിക്ക് അധികാരമുണ്ട്, നീ എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിച്ചപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം അതിൻ്റെ 10ഉം 11ഉം വാക്യങ്ങളൊന്ന് വായിക്കാമെങ്കിൽ നന്നായിരിക്കും. ഒന്ന് വായിച്ചാട്ടെ. താങ്ക് യു. ശ്രദ്ധിക്കണേ, പീലാത്തോസ് ചോദിക്കുന്ന ചോദ്യം ഉപയോഗിച്ച് പറഞ്ഞ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചോ? വേഗം ഒന്ന് മനസ്സിലാക്കി തരാം. ശ്രദ്ധിച്ചേ, കണ്ടേ, നിനക്ക് മനസ്സിലാകുന്നില്ലേ ഞാൻ ആരാണ്? നിനക്ക് മനസ്സിലാകുന്നില്ലേ? എനിക്കിതിനെ ക്രൂശിക്കാൻ അധികാരമുണ്ട്, വെറുതെ വിടാനും അധികാരമുണ്ട്. നീ എന്താ മിണ്ടാത്തത്? നിനക്ക് അധികാരമുണ്ടെന്നോ? മേലിൽ നിന്ന്
മേലിൽ നിന്ന് കിട്ടിയ അധികാരമാണ് ഇപ്പം കൈയാളുന്നത്, അല്ല നിൻ്റെ അധികാരമല്ല. ശ്രദ്ധിക്കണേ. അപ്പോൾ അവിടെ പീലാത്തോസിൻ്റെ തീരുമാനമല്ല നടക്കുന്നത്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തീരുമാനമാണ് നടക്കുന്നത്. അവിടുത്തെ റോമൻ നിയമമല്ല അവിടെ നടപ്പാകുന്നത്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നിയമമാണ് അവിടെ നടപ്പാകുന്നത്. ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, എന്തുകൊണ്ട് അവൻ സ്തോത്രം, അത് നീതിയല്ലേ? അത് നീതിയാ. കാരണം എന്താ? അവൻ മനുഷ്യവർഗത്തിന് മുഴുവൻ പാപവും തൻ്റെ മേൽ ചുമന്നിരിക്കുക. ഗെത്സമനിലേക്ക് നോക്കിക്കേ. ഗെത്സമനിലെ ഗുരു നിലത്തു വീണ് കിടന്നു പ്രാർത്ഥിക്കുന്നു. നിലത്ത് വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 42-ാമത്തെ വാക്യം എടുത്ത് വായിച്ചേക്കണേ. ശ്രദ്ധിച്ച്, നിലത്തു വീണ് കിടന്ന് ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി തെറ്റായ ചിന്തകൾ ആളുകളുടെ മനസ്സിലുള്ളത് കൊണ്ട് വേഗം ഒരു വിശദീകരണം പറയുകയാണ്. ശ്രദ്ധിച്ച്, സ്തോത്രം. നിലത്തു വീണ് കിടന്ന് ഗുരു പ്രാർത്ഥിക്കുമ്പോൾ വായിച്ചു 26-42. രണ്ടാമതും പോയി. മത്തായി 26-42 വായിച്ചോളൂ. താങ്ക് യു പാസ്റ്റർ. ശ്രദ്ധിക്കണേ, രണ്ടാമതും പോയി. അപ്പോൾ ആദ്യത്തെ തന്നെ രണ്ടാമത്തെ പ്രാർത്ഥന എന്താ? രണ്ടാമത്തെ പ്രാർത്ഥന, ഞാൻ കുടിക്കാതെ, പിതാവേ ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ നിൻ്റെ ഇഷ്ടമായിക്കോട്ടെ. ഞാൻ ഏറ്റെടുക്കുകയല്ലാതെ അത് പരിഹരിക്കപ്പെടാൻ, അത് നീങ്ങിപ്പോകാൻ വേറെ വഴിയില്ലെങ്കിൽ ഞാൻ റെഡി. ശ്രദ്ധിക്കണേ, സ്തോത്രം. എന്ന് പറഞ്ഞാൽ എന്താ അവിടെ അത് എന്ന് ഉദ്ദേശിക്കുന്നത്? ആദമ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ കുറ്റവും അതിൻ്റെ ശിക്ഷയുമാണ്. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, എങ്ങനെ ഒരുത്തൻ്റെ പാപം വേറൊരുത്തൻ ഏറ്റെടുക്കുന്നതെന്ന്. ശ്രദ്ധിച്ചേ, പാപം ഏറ്റെടുക്കുന്നതെന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ കുറ്റം ഏറ്റെടുക്കുന്നു എന്ന് അതിൻ്റെ അർത്ഥം. പാപത്തിൻ്റെ കുറ്റം ഏറ്റെടുക്കുന്നു. നിങ്ങളൊന്നോർത്തേ, നിങ്ങളുടെ കുട്ടി ഉച്ച കഴിഞ്ഞ് റോഡിൽ നിന്ന് ക്രിക്കറ്റ് കളിയായിരുന്നു കൂട്ടുകാരുടെ കൂടെ. ക്രിക്കറ്റ് കളിക്കുമ്പോൾ അവൻ അങ്ങോട്ട് പന്ത് അങ്ങോട്ട് അടിച്ചു വിട്ട പന്ത് അയലക്കാരൻ്റെ പുതിയതായിട്ട് പണിത മനോഹരമായ വീടിൻ്റെ മുമ്പിലുള്ള വലിയ ജനൽ ചില്ലയിലേക്ക് ചെന്ന് ഗ്ലിങ് അടിച്ചുകൊണ്ട് പന്തകത്തോട്ട് കുപ്പിയെല്ലാം കൂടി ഗ്ലാസ്സെല്ലാം കൂടി പൊട്ടി താഴേക്ക്. സംഗതി കുഴപ്പമായത് കണ്ടപ്പോൾ കുട്ടി ഓടിയപ്പോൾ വേഗം വീട്ടുകാരൻ പാഞ്ഞിറങ്ങി വന്നു. തേടാം നോക്കിയപ്പം നിങ്ങളുടെ ഭവനം ഓടുന്ന കണ്ടു. അയൽക്കാരൊക്കെ കണ്ടു. നോക്കണേ, പാഞ്ഞ് നിങ്ങളുടെ വീട്ടിലോട്ട് വന്നിട്ട് പിള്ളേരെ ചൊല്ലും, ചോറും കൂടെ കൊടുത്ത് വളർത്തണം, ചോറ് മാത്രം കൊടുത്താൽ പോരാ. എന്നതാ കാണിച്ച്, എന്നെ ചേട്ടാ പറ, വിവരം പറ, വന്ന് നോക്കാം. ഞങ്ങളുടെ മോനാണോ ഇരിക്കരുത്? അപ്പോൾ അയൽക്കാരൻ, ഞാൻ കണ്ട നിങ്ങളുടെ മോൻ ഓടുന്നത് അവനാ. അയാൾ പന്തെടുത്ത് കാണിച്ചു, ഈ പന്ത് നിങ്ങളുടെയാണോ? അതെ ഞങ്ങളുടെയാ. അപ്പോൾ നിങ്ങളുടെ മോൻ തന്നെയാണോ? ഞങ്ങളുടെ മോൻ. ചേട്ടാ ക്ഷമിക്കേ, പ്ലീസ് ക്ഷമിക്കേ, ഞങ്ങളുടെ കുഞ്ഞ് ചെയ്തു പോയി. ഞാൻ ആ കുറ്റമേക്കുന്നു. ഞാനിപ്പം പരിഹാരം വരുത്താം. അതിൻ്റെ ഒരു കഷ്ണം ഇങ്ങനെ തന്നാട്ടെ. ഈ ഡിസൈനുള്ള ഗ്ലാസ് ഇപ്പം തന്നെ വാങ്ങിച്ചോണ്ട് വന്ന് ആശാരിയെ വിളിച്ചോണ്ട് വന്ന് ഇപ്പം തന്നെ ഞാൻ റിപ്പയർ ചെയ്ത് തന്നേക്കാം. ശ്രദ്ധിക്കണേ, സ്തോത്രം. നിങ്ങൾ അപ്പനാണെങ്കിൽ നിങ്ങളുടെ മകൻ ചെയ്ത ആ തെറ്റിൻ്റെ കുറ്റം നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ നമ്മുടെ സൃഷ്ടാവായ ദൈവം, നമ്മുടെ ഉടമസ്ഥനായ കർത്താവ് നമ്മുടെ പാപത്തിൻ്റെ കുറ്റം തൻ്റെ മേലേറ്റെടുത്ത് നമ്മുടെ മേൽ വിധിക്കപ്പെട്ട ശിക്ഷ സഹിച്ച് അതിന് പരിഹാരം വരുത്തിയെന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതാണ് ഗെത്സമനിൽ അരങ്ങേറിയത്. അതെന്തിനാ പ്രാർത്ഥിച്ചെന്നറിയാമോ? വേറൊരു വഴിയും പാപപരിഹാരത്തിനില്ലെന്നുറപ്പിക്കാനാ ഗുരു ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. കാര്യം മനുഷ്യൻ അഹങ്കാരിയാണ്, മനുഷ്യൻ ധാർഷ്ട്യക്കാരനാ. ഞാൻ ചെയ്തോളാം, എനിക്കൊരുത്തൻ്റെ ഓശാരം വേണ്ട, എനിക്കൊരുത്തൻ്റെയും ഔദാര്യം വേണ്ട, ഇത് പറഞ്ഞു നിൽക്കുന്ന മനുഷ്യനാ. അതല്ലേ നോക്ക്, പാപപരിഹാരത്തിന് വേണ്ടി എന്തൊക്കെയാണ് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നത്. എൻ്റെ ശുശ്രൂഷയുടെ ആരംഭ വർഷങ്ങളിൽ 10 വർഷം ഞാൻ വടക്കേ ഇന്ത്യയിലായിരുന്നു.
ഉൾഭാഗങ്ങളിൽ ധാരാളം പോകാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. മനുഷ്യൻ ചെയ്യുന്ന കഷ്ടപ്പാടുകൾ ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നും. അതുപോലുള്ള കാര്യങ്ങൾ പാപപരിഹാരത്തിന് വേണ്ടി മനുഷ്യൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നോക്കണം, ഞാൻ നേടിക്കോളാം, എനിക്കൊരു തന്നെ ഔദാര്യം വേണ്ട, ഓശാരം വേണ്ടെന്ന് പറഞ്ഞു നിൽക്കുന്ന മനുഷ്യ നിന്നെ കൊണ്ട് ഒക്കില്ലെന്ന് പറഞ്ഞാൽ മനുഷ്യൻ അംഗീകരിക്കില്ല. അതിനാ ന്യായപ്രമാണ കാലം മുഴുവൻ കൊടുത്തത്. ഒടുവിൽ സ്തോത്രം, ഞാൻ ചുമക്കുകയല്ലാതെ വേറൊരു പരിഹാരവുമില്ലെങ്കിൽ തന്നേര് എന്ന് യേശു പറഞ്ഞപ്പോൾ, ഇല്ല മകനേ, വേറൊരു പരിഹാരമില്ല. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ കുറ്റം തൻ്റെ പാവന ശരീരത്തിൽ ചുമന്നുകൊണ്ട് എനിക്കും നിങ്ങൾക്കും പകരമായി കാലത്തികവെങ്കിൽ ലോകത്തിൻ്റെ മധ്യഭാഗത്തിൻ്റെ യേശു ക്രൂശിക്കപ്പെട്ടു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ശിക്ഷ സഹിക്കുന്നതിനേക്കാൾ കഠിനമാണ് കുറ്റം ചുമക്കുന്നത്. ശിക്ഷ സഹിക്കുന്നതിനേക്കാൾ കഠിനമാണ് കുറ്റം ചുമക്കുന്നത്. വിശദീകരണത്തിന് നേരമില്ല, ശ്രദ്ധിച്ചേ. സ്തോത്രം. അതുകൊണ്ടാണ് ഗെത്സമനിൽ എൻ്റെ ഗുരു ശിഷ്യന്മാരോട് പറയുക, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. മാത്രമല്ല, ആ സമയം, ആ സന്ദർഭത്തിൻ്റെ തീവ്രമായ വികാര തീഷ്ണതയിൽ അവൻ്റെ രക്തധമനികളിൽ രക്തസമ്മർദ്ദം വർദ്ധിച്ചു. രക്തധമനികളിൽ നിന്ന് രക്തം കിനിഞ്ഞിറങ്ങി സ്റ്റാർട്ടഡ് ഊസിങ് ഔട്ട് ത്രൂ ദ സ്വെറ്റ് പോഴ്സ്. രോമകൂപങ്ങളിലൂടെ കിനിഞ്ഞിറങ്ങിയ രക്തം വിയർപ്പുതുള്ളിയോടുകൂടെ ചേർന്ന് വിയർപ്പുതുള്ളിയായി താഴെ വീഴുകയാണ്. ഹല്ലേലൂയ. ആ സമയം ഹൃദയം പൊട്ടി അവിടുന്ന് മരിക്കാമായിരുന്നു. അതിനാണ് ബലപ്പെടുത്തുന്ന ഒരു വിശേഷപ്പെട്ട ദൂതനെ ദൈവം അവിടെ നിയോഗിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് കാൽവറിയിൽ തൻ്റെ ജീവൻ യാഗമായി അർപ്പിച്ചു. അവനെ ആരും കൊല്ലുകയായിരുന്നില്ല, അവൻ തൻ്റെ ജീവനെ അർപ്പിക്കുകയായിരുന്നു. അതാണ് പറഞ്ഞത്, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിന് തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. തന്നെത്താൻ വഴിപാടും യാഗവുമായി അർപ്പിച്ചു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആദാമ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ മുഴുവൻ കുറ്റം ചുമന്നുകൊണ്ട് കാലത്തിൻ്റെ തികവിങ്കൽ ലോകത്തിൻ്റെ മധ്യഭാഗത്ത് യേശുക്രിസ്തു സകല മനുഷ്യവർഗത്തിനും വേണ്ടി യാഗമായി. ലോകത്തിൽ അനേകം മതങ്ങളുണ്ട്, മത നേതാക്കന്മാരുണ്ട്. അവരുടെ തത്വസംഹിതകൾ മനുഷ്യവർഗത്തിന് വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. മതങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു, മത നേതാക്കന്മാരെ ഞാൻ ആദരിക്കുന്നു. സദുപദേശങ്ങൾ പഠിപ്പിച്ച് സന്മാർഗത്തിൽ നടക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിച്ച മതഗുരുക്കന്മാർ, സമുദായ പുനരുദ്ധാരകർ ചെയ്ത സേവനങ്ങൾ മനുഷ്യവർഗത്തിന് വളരെ വിലപ്പെട്ടതാണ്. ഞാൻ അവരെ ബഹുമാനിക്കുന്നു, അവരുടെ ഓർമ്മയുടെ മുമ്പിൽ കൈകൂപ്പുന്നു. പക്ഷേ യേശുക്രിസ്തു ഒഴികെ മനുഷ്യവർഗത്തിൽ, മനുഷ്യ ചരിത്രത്തിൽ പാപരഹിതനായി വന്ന് മനുഷ്യവർഗത്തിന് മുഴുവൻ പാപത്തിന് കുറ്റമേറ്റുകൊണ്ട് പൂർണ്ണതയുള്ള യാഗമായി പാപപരിഹാര മാർഗമൊരുക്കിയ രണ്ടാമതൊരു വ്യക്തിയില്ല, രണ്ടാമതൊരു രക്ഷാമാർഗമില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യർ നൽകപ്പെട്ട വേറൊരു നാമമില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. സന്മാർഗികളാണെങ്കിലും പാപപ്രകൃതം പരിഹരിക്കപ്പെടണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത ബലിയൊന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. മറക്കാതിരിക്കാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ, ഈ ഭൂമിക്ക് ഒരു സൂര്യൻ മതി. ഈ ഭൂമിക്കൊരു സൂര്യൻ മതി. സ്തോത്രം. ഇതുപോലെ മനുഷ്യവർഗത്തിന് ഒരു രക്ഷകൻ മതി, ഒരു രക്ഷാമാർഗം മതി. ഒരു രക്ഷാമാർഗമേ ഉള്ളൂ, ഒരു രക്ഷകനേ ഉള്ളൂ. ഹല്ലേലൂയ. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുന്ന സഹോദരങ്ങളാണ് നമ്മൾ. ഞാൻ ഉച്ഛ്വസിക്കുന്നത് നിങ്ങൾ ശ്വസിക്കുന്നു, നിങ്ങൾ ഉച്ഛ്വസിക്കുന്നത് ഞാൻ ശ്വസിക്കുന്നു. ഈ അന്തരീക്ഷമെന്ന ഒരു പാത്രത്തിൽ നിന്ന് അനുഭവിക്കുന്ന ആ സഹോദരൻ
സഹോദരങ്ങളാണ് ഞാനും നിങ്ങളും. ശ്രദ്ധിക്കണേ, ഇവിടെ മതത്തിൻ്റെ പേരിൽ മല്ലടിക്കുന്നത് എന്തിന്? ഇവിടെ നോക്കണേ, കർമ്മങ്ങളുടെ പിന്നാലെ പായുന്നത് എന്തിന്? സ്തോത്രം. ഒരപ്പൻ്റെ മക്കളെ പോലെ ഒരു വീട്ടിൽ പാർക്കുന്ന, ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുന്ന സഹോദരങ്ങളാണ് നമ്മൾ. ഒരുപോലെ പാപികൾ, ഒരുപോലെ കുറ്റക്കാർ, ഒരുപോലെ ന്യായവിധിക്ക് യോഗ്യർ. എന്നാൽ നമ്മെ മുഴുവൻ സ്നേഹിക്കുന്ന ഏക സത്യ ദൈവമായവൻ നമുക്ക് വേണ്ടി ഒരുക്കിയ പാപ പരിഹാര മാർഗം ഇന്ന് രാത്രി സകല മനുഷ്യവർഗത്തിനും വേണ്ടി തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചോട്ടെ, അടുത്ത ഭാഗത്തേക്ക് പോകാനിരിക്കും, നേരമില്ല. യേശു മടങ്ങി വരാൻ പോകുകയാ. ഇതെന്നും തുറന്നിരിക്കുമെന്ന് നിങ്ങൾ കരുതരുത്. ഈ നാളുകളിൽ ഒന്നിൽ കൃപയുടെ വാതിലടയും, കൃപയുടെ വാതിലടയും. യേശു ക്രിസ്തു മടങ്ങി വരും. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഇനി അവൻ മടങ്ങി വരുമ്പോൾ പാപവുമായി ഒരു ബന്ധവുമില്ല. പാപിയെ സ്വീകരിക്കില്ല, അവരെ ന്യായം വിധിക്കുവാനായിരിക്കും. അതിനുശേഷം അവൻ മടങ്ങി വരുന്നത്. അതുകൊണ്ട് ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. അത് യേശുവിൻ്റെ മരണം എൻ്റെ മരണമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ആ മരണത്തിൽ പങ്കാളിയാകുവാൻ നിയമിച്ചിരിക്കുന്ന വ്യവസ്ഥയായ വിശ്വാസാനന്തരമുള്ള ജലസ്നാനത്തിൽ കർത്താവിനെ അനുസരിച്ച് അവനോടുകൂടെ മരിച്ച് അവനോടുകൂടി അടക്കപ്പെട്ട് അവനോടുകൂടി ഉയർത്തെഴുന്നേറ്റ് അവനെ ധരിച്ച് അവനൊരു പുതിയ ജീവിതം ആരംഭിച്ചാൽ നിനക്ക് വരുവാനുള്ള ന്യായവിധി രക്ഷ പ്രാപിക്കുവാൻ കഴിയും. ഏക രക്ഷാമാർഗം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞങ്ങളെ കേട്ടവരിൽ ആരെങ്കിലും ഈ രക്ഷാമാർഗം അനുഭവിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ മരണഭീതി മാറിയിട്ടില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഹൃദയപൂർവ്വമാണ് ഈ രക്ഷാമാർഗം അംഗീകരിച്ചതെങ്കിൽ ദൈവത്തോടുള്ള വ്യക്തിപരമായ സജീവ ബന്ധം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. അവർക്ക് മരണഭീതി മാറിയവരാണ്. അതുകൊണ്ട് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും എന്നുള്ളത്, ആ ന്യായവിധിയിൽ നിന്ന് ഞാൻ സ്വതന്ത്രനായിരിക്കുന്നു. ദൈവം എന്നെ തൻ്റെ പുത്രൻ്റെ യാഗമരണത്തിലൂടെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് ഹൃദയപൂർവ്വം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്ത ഭക്തന്മാർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആ അനുഭവം, ആ സന്തോഷമുള്ളവർക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ, നമ്മുടെ കർത്താവ് മടങ്ങി വരും. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം, നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഞങ്ങളുടെ കണ്ണുകളൊന്ന് അടച്ചാട്ട്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, പ്രിയ ദൈവമക്കളെ, സ്തോത്രം. എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങളെ ആരെയും വ്യക്തിപരമായി എനിക്ക് അറിഞ്ഞുകൂടാ, അധികം പേരെയും വ്യക്തിപരമായി എനിക്ക് അറിഞ്ഞുകൂടാ. വളരെ ചുരുക്കം പേരെ മാത്രം എനിക്ക് വ്യക്തിപരമായി അറിയാൻ കഴിയുന്നുള്ളൂ. എന്നാൽ സഹോദരങ്ങളെ, നിങ്ങളെ ഓരോരുത്തരെയും ഉള്ളും പുറവും അറിയാവുന്ന ദൈവമാണ് ഇന്ന് രാത്രി ഇവിടെ എഴുന്നള്ളി വന്നിരിക്കുന്നത്. അവന് നിങ്ങളെ നന്നായി അറിയാം, അവൻ നിങ്ങളെ നന്നായി സ്നേഹിക്കുന്നു, അവൻ നിങ്ങളെ എല്ലാ അവസ്ഥകളും അറിയുന്നു. നിങ്ങളുടെ രോഗസൗഖ്യമാണ് നിങ്ങളെ ആഗ്രഹമെങ്കിൽ അവന് തരാൻ തയ്യാറാണ്. എന്നാൽ അതിനേക്കാൾ പ്രധാനം നിങ്ങളുടെ പാപപരിഹാരമാണ്, പാപപരിഹാരമാണ്. നിങ്ങൾ എത്ര പ്രാവശ്യം രോഗസൗഖ്യം പ്രാപിച്ചാലും ഒരു സമയം നിങ്ങൾ മരിക്കും. എന്നാൽ മരണാനന്തരം കർത്താവിനോട് കൂടെയെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവാന്മാരാണ്. ഇന്ന് രാത്രി വരെയും ആ യേശുവിനെ വിശ്വാസത്താൽ ഒരു പുതിയ സമർപ്പണത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ, ഇവിടോട്ട് വരുന്നത് വരെയും എനിക്ക് വേണ്ടി ദൈവം, എനിക്ക് വേണ്ടി ദൈവം എന്ന ചിന്തയിലാണെങ്കിൽ, എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാനെന്ന് പറഞ്ഞ് അടിയനെ സമർപ്പിക്കുന്നു, കർത്താവെ എന്നെ തൃക്കരങ്ങൾ കേൾപ്പിക്കുന്നു എന്ന് ആ സമർപ്പണം എടുക്കുവാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തങ്ങളുടെ വലതുകരം ഒന്ന് ഉയർത്തുക. അതൊരു സാക്ഷ്യമായിരിക്കുമല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, കർത്താവേ, നിൻ്റെ പ്രിയ മക്കൾ വളരെ ഉത്സാഹം കഴിച്ചൊരുക്കിയ ഈ യോഗത്തിൽ അങ്ങയുടെ വചനം പ്രസംഗിക്കുവാൻ നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം. കടന്നു വന്നവരെ അനുഗ്രഹിക്കണം. ആരും മരണഭീതിയോടെ തുടരുവാൻ അനുവദിക്കാതെ ഒരുവളെ രക്ഷ പ്രാപിച്ചവരായി അങ്ങയിൽ ഒരു പുതിയ ജീവിതം ആരംഭിച്ച് അങ്ങയിൽ ജീവിക്കുവാൻ, നിലനിൽക്കുവാൻ, വേഗമരുന്നതിന് എതിരേൽക്കുവാൻ കൃപ കൊടുക്കണമേ. സമർപ്പിച്ചവരെ അനുഗ്രഹിക്കണം, മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ, സ്തോത്രം. എല്ലാവർക്കും നന്ദി, വന്ദനം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.